നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വർഷത്തെ VFAൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ലാസ്റ്റ് ഇയറിൽ VFAയുടെ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്റ്റെൻഡഡ് ഫാക്ട്സും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അല്ലേ വേഗം വേഗം. ആദ്യത്തെ ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്? ആരാണ്? ശരി ഉത്തരം വരുന്നത് സർദാർ KM പണിക്കരാണ്. അപ്പം ആരാണ് ഈ സർദാർ KM പണിക്കർ? അദ്ദേഹം ജനിച്ചത് 1895 ജൂൺ 3-നാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അംഗമായിരുന്നു. ഈ ഒരു രണ്ട് ഭാഗത്തു നിന്നാണ് സർദാർ KM പണിക്കരെ പറ്റി കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാനാണെങ്കിൽ അദ്ദേഹത്തിന് സർദാർ എന്ന് പറയുന്ന ബഹുമതി നൽകിയത് ആരാണ്? പട്യാല രാജാവായിരുന്ന ഭൂപേന്ദ്ര സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ വിദേശകാര്യമന്ത്രിയായിരുന്നു KM പണിക്കർ. അപ്പൊ പട്യാല രാജാവിന്റെ വിദേശകാര്യമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ബിക്കാനീറിലെ ദിവാനായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയായിരുന്നു സർദാർ KM പണിക്കർ. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യമായിട്ട് ചൈനീസ് അംബാസിഡർ ആവുന്നതും പിന്നെ 1952 ഈജിപ്തിൽ അംബാസിഡർ ആയിട്ടും അദ്ദേഹം പദവി വഹിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയാനാണെങ്കിൽ മൈസൂർ കശ്മീർ സർവകലാശാലകളുടെ വൈസ് ചാൻസലറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു സർദാർ KM പണിക്കർ. അതുപോലെ 1930 ആദ്യ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു മലയാളി കൂടിയാണ് സർദാർ KM പണിക്കർ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു ചരിത്ര നോവലായിട്ടുള്ള കേരള സിംഹം എന്ന് പറയുന്ന ചരിത്ര നോവലിലാണ് അദ്ദേഹം പഴശ്ശിരാജയെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ പത്രാധിപരായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് സർദാർ KM പണിക്കരെ പറ്റി ഓർത്തിരിക്കേണ്ടത് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ 1.25 കോടി മലയാളികൾ, ഭാഷാ കേരളം, നവകേരള ശില്പികൾ ഇവയൊന്നുമല്ല. ഇതിലേതിലാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഇത് നമ്മുടെ SCRTയിൽ ഇങ്ങനെ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഏതാണെന്ന് അറിയോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, 1.25 കോടി മലയാളികൾ. ആരാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്? EMS നമ്പൂതിരിപ്പാടാണല്ലേ. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. 1946 ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിന്റെ പ്രമേയം എന്തായിരുന്നു? 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രമേയം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ 3 പ്രദേശങ്ങളെ ഒരുമിപ്പിച്ച് ഭാഷാടിസ്ഥാനത്തിൽ ഒരു ഐക്യ കേരളം രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ പുസ്തകം മുന്നോട്ട് വെച്ചത്. ഇനി EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് കൂടുതലും ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്ര പുസ്തകത്തിന്റെ പേര്. ആത്മകഥ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവചരിത്ര പുസ്തകത്തിന്റെ പേര് കേട്ടോ. അപ്പൊ ആത്മകഥ എന്ന് പറയുന്നത് ആരുടെ ജീവചരിത്രമാണ്? EMS നമ്പൂതിരിപ്പാടിന്റെയാണ്. അതുപോലെ 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ആരാണെന്നും ചോദിക്കാറുണ്ട്. EMS നമ്പൂതിരിപ്പാട് എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ചൈന അല്ലെ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പഞ്ചശീല തത്വങ്ങളിലേക്ക് വരുമ്പം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിന് വേണ്ടി രൂപീകരിച്ച 5 തത്വങ്ങളാണ് ഈ പറയുന്ന പഞ്ചശീല തത്വങ്ങൾ. 1954 ഏപ്രിൽ 29-നാണ് ഒപ്പുവെച്ചത്. അപ്പോൾ ഇത് ഒപ്പുവെക്കാൻ കാരണമായിട്ടുള്ള കരാർ എന്ന് പറയുന്നത് ടിബറ്റൻ കരാറാണ് കേട്ടോ. അപ്പം 1954 ഏപ്രിൽ 29-ന് ഒപ്പുവെച്ച ടിബറ്റൻ കരാറിലാണ് ഈ തത്വങ്ങൾ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്നാണ് കേട്ടോ അത് ചൗവിൻലായുമാണ് ഇതിൽ ഒപ്പുവെച്ചത്. അപ്പൊ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, ചൈനീസ് PM ആയിട്ടുള്ള ചൗവിൻലായുമാണ്. ഇനി ഈ ഒരു സമയത്ത് തന്നെയാണ് ഹിന്ദി ചീനി ഭായ് ഭായ് എന്ന് പറയുന്ന ഒരു സ്ലോഗൻ, ആ ഒരു മുദ്രാവാക്യം ഒരുപാട് പ്രിവലന്റ് ആയിരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു പഞ്ചശീല പ്രിൻസിപ്പിൾസ്? ആ 5 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, പരസ്പര പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ബഹുമാനിക്കുക, മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി, പരസ്പരം ആക്രമിക്കാതിരിക്കുക, മ്യൂച്വൽ നോൺ അഗ്രഷൻ, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, മ്യൂച്വൽ നോൺ ഇന്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്, പരസ്പര സമത്വവും സഹായവും, ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ്, സമാധാനപരമായ സഹവർത്തിത്വം, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. ഈ 5 കാര്യങ്ങളാണ് പഞ്ചശീല തത്വങ്ങളിൽ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം,
1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ റിവിഷൻ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഏതാണ്? കാൺപൂർ ആണല്ലേ, നാനാ സാഹിബ് കാൺപൂരം. ഇനി ഡൽഹിയിൽ ആരായിരുന്നു? ഡൽഹിയിൽ മുഗൾ സുൽത്താനായിട്ടുള്ള ബഹദൂർ ഷാ സഫറും അതുപോലെ ജനറൽ ഭക്ത് ഖാനുമായിരുന്നു അല്ലെ. ലക്നൌവില് ബിഗം ഹസ്രത് മഹലും ഝാൻസിയില് ഝാൻസി റാണി ഓഫ് ഝാൻസി ആയിരുന്നു അവിടുത്തെ നേതാക്കൾ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിൽ അത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലെ. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണെന്നാണ് ചോദ്യം. അപ്പം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നിട്ടുള്ളത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫിലാഡൽഫിയയിലാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ കുറച്ച് എക്സ്റ്റെൻഡഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775 മെയ് 10 നടന്നത്. എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? ബ്രിട്ടീഷ് സൈന്യവും അമേരിക്കൻ കോളനികളും തമ്മിൽ ലെക്സിംഗ്ടൺ കോൺകോർഡ് യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു സമ്മേളനം ചേർന്നത്. കോളനികളുടെ സംയുക്ത സൈന്യമായി കോണ്ടിനെന്റൽ ആർമി രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിന്റെ സൈന്യാധിപനായിട്ട് ആരെയാണ് തെരഞ്ഞെടുത്തത്? ജോർജ് വാഷിംഗ്ടണിനെ ആയിരുന്നു കേട്ടോ. അദ്ദേഹമാണ് പിന്നീട് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആവുന്നതും. ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. പിന്നെ ഇതിന്റെ അമേരിക്കന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അതിനെപ്പറ്റി ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് തീരുമാനമാവുന്നത്. അങ്ങനെ 1776 ജൂലൈ 4 അമേരിക്ക ഔദ്യോഗികമായിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പൊ ഇത് നമ്മൾ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിനെ പറ്റിയാണ് പറയുന്നത്. ജസ്റ്റ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്തായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് എപ്പോഴാണ് നടന്നത്? 1774 സെപ്റ്റംബറിലാണ്. എവിടെ വെച്ചാണ്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് തന്നെയാണ്. അവിടെ എന്താണ് അവർ ചെയ്തത്? ജോർജ് മൂന്നാമൻ രാജാവിന് പരാതികൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടെ ഒത്തുചേരുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 സെപ്റ്റംബറിൽ ഫിലാഡൽഫിയയിൽ നടന്നു. ജോർജ് മൂന്നാമൻ രാജാവിന് പരാതികൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775 മെയ് 10 ഫിലാഡൽഫിയയിൽ തന്നെ. അപ്പൊ അവിടെ എന്താണ് വെല്ലിംഗ്ടൺ കോൺകോർഡ് യുദ്ധത്തിന് ശേഷമാണ് ഈ ഒരു സമ്മേളനം ചേർന്നത്. കോണ്ടിനെന്റൽ ആർമി രൂപീകരിച്ചു. ആരെയാണ് ഈ സൈന്യാധിപനായിട്ട് തെരഞ്ഞെടുത്തത്? ജോർജ് വാഷിംഗ്ടണിനെയാണ്. ജോർജ് വാഷിംഗ്ടനാണ് പിന്നീട് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആവുന്നത്. അങ്ങനെ പിന്നേക്ക് എന്തുണ്ടായി? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിലേക്ക് അമേരിക്ക എത്തുകയാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് വഴിവെച്ചത് ഈ ഒരു അതിനൊക്കെയുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ നിന്ന് എടുത്ത തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് എന്നാണ്. അപ്പൊ UN-ന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ശരി ഉത്തരം വരുന്നത് ആന്റോണിയോ ഗുട്ടറസ് ആണ് അല്ലേ. അപ്പൊ ആന്റോണിയോ ഗുട്ടറസിനെ റിലേറ്റ് ചെയ്ത് പിന്നെ വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്നാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഏത് രാജ്യമാണ്? പോർച്ചുഗീസ് ആണ് കേട്ടോ. പോർച്ചുഗീസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? പ്രാദേശികവാദം എന്ന് പറയുമ്പോൾ ലോക്കൽ വിൻഡിന് ഉദാഹരണമല്ലാത്തത് ചിനൂക്ക്, ലൂ, ചക്രവാതം, ഹർമാറ്റൻ. അപ്പൊ ഇതിൽ ഏതാണ് പ്രാദേശികവാദം അല്ലാത്തത്? ചക്രവാതം ആണല്ലേ. ചക്രവാതമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ചക്രവാതം എന്ന് പറയുന്നത് എന്താണ്? സൈക്ലോൺ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സൈക്ലോണിനെയാണ് ചക്രവാതം എന്ന് പറയുന്നത്. അത് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ശക്തമായൊരു വായു ചുഴലിയാണ്. ഇനി ചിനൂക്ക്, ലൂ, ഹർമാറ്റൻ എന്നൊക്കെ പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, ഒരു ലൊക്കാലിറ്റിയിൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് അതിനെ ലോക്കൽ വിൻഡ് എന്നാണ് പറയുക. അപ്പൊ ചിനൂക്ക് എന്ന് പറയുന്നത് അമേരിക്ക, കാനഡ എന്നീ രാജ്യങ്ങളിൽ റോക്കി മൗണ്ടെയിൻസിന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ വീശുന്ന ഒരു ഡ്രൈ വിൻഡാണ് ചിനൂക്ക്. അപ്പൊ അതെവിടെയാണ്? അമേരിക്ക, USA, കാനഡ, USA ചിനൂക്ക് വീശുന്നത് റോക്കി മൗണ്ടെയിൻസിന്റെ അവിടെ കേട്ടോ. ഇനി ലൂ ആണെങ്കിൽ എന്താണ്? ഒരു വരണ്ട ചൂടേറിയ ഉഷ്ണക്കാറ്റാണ്. ഉത്തരേന്ത്യയിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലാണ് ലൂ വീശുന്നത്. അത് ലൂ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് PYQസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ വീശുന്ന വരണ്ട ചൂടേറിയ ഉഷ്ണക്കാറ്റ് ഏതാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അത് ലൂ ആണെന്ന് ഓർത്തിരിക്കുക. അത് പ്രത്യേകിച്ചും വീശുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, UP, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊരു വരണ്ട ചൂടേറിയ ഉഷ്ണക്കാറ്റാണ്. ഇനി ഹർമാറ്റൻ എവിടെയാണ്? സഹാര മരുഭൂമിയിലാണ്. അവിടെ നിന്നാണ് വീശുന്നത്. സഹാറയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരങ്ങളിലേക്കും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്കും ഈ കാറ്റ് വീശുന്നുണ്ട്. ഒരു ഡ്രൈ ഡസ്റ്റി വിൻഡാണ് ഹർമാറ്റൻ എന്ന് പറയുന്നത്. ഇത് മൂന്നും ലോക്കൽ വിൻഡാണ്. സൈക്ലോൺ ആണ് ലോക്കൽ വിൻഡ് അല്ലാത്തത്. ഇനി എട്ടാമത്തെ ചോദ്യം, ആഗ്നേയശിലയുമായി ബന്ധം ഇല്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. അപ്പൊ ഇതിൽ ഇഗ്നിയസ് റോക്സ്, ആഗ്നേയശിലകളുമായിട്ട് ബന്ധം ഇല്ലാത്തത്.
അപ്പോൾ നോക്കാം, ഈ ശിലയെ പ്രാഥമിക ശിലയെന്ന് വിളിക്കുന്നു, പ്രൈമറി റോക്ക് എന്ന് വിളിക്കുന്നുണ്ട്. ശരിയാണ്. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്, അല്ലെ? ബസാൾട്ട്, ഗ്രാനൈറ്റ് ഒക്കെ ആഗ്നേയ ശിലയുടെ ഉദാഹരണമാണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഇതാണ്, ആണോ? അല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മെറ്റമോർഫിക് റോക്ക് ആണ്, അല്ലെ? കായാന്തര ശിലകളാണ്. അപ്പം മെറ്റമോർഫിക് റോക്ക് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ സി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. പിന്നെ ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. ശരിയാണ്, അത് ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നുണ്ട്. അപ്പൊ സി ആണ് ഇവിടെ ഉത്തരം. ഇനി എന്താണ് ക്ലിഫ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഇതൊരു ശിലയുടെ പേരാണ്. ഇതൊരു കൊടുമുടിയാണ്. ഇത് നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ്. അപ്പൊ ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരിക? ക്ലിഫ്. നമ്മൾ ക്ലിഫ്, വർക്കല ക്ലിഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും, അല്ലെ? വർക്കല ക്ലിഫ് ഒക്കെ എവിടെയാണ്? ബീച്ചിന്റെ സൈഡിലല്ലേ? ഒരു ബീച്ചാണല്ലോ വർക്കല ക്ലിഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരിക ബീച്ചാണ്, അല്ലെ? അപ്പൊ ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ് കേട്ടോ. ക്ലിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രതീരങ്ങളിൽ കുത്തനെ നിൽക്കുന്ന ഉയരമുള്ള പാറക്കെട്ടുകളെയാണ് ക്ലിഫ് എന്ന് വിളിക്കുന്നത്. സമുദ്രത്തിലെ ശക്തമായ തിരമാലകൾ തീരത്തെ പാറകളിൽ നിരന്തരമായി വന്നിടിച്ച് പാറകളുടെ അടിഭാഗം ഇല്ലാതാക്കുകയും മുകൾ ഭാഗം കുത്തനെ താഴേക്ക് പതിക്കുകയും ചെയ്യുമ്പോഴാണ് ക്ലിഫുകൾ രൂപപ്പെടുന്നത്. അപ്പോൾ മറൈൻ ഇറോഷൻ, സമുദ്ര അപരദനം കാരണമാണ് ക്ലിഫുകൾ രൂപപ്പെടുന്നത്. ഇത് തിരമാലകളുടെ അപരദനം മൂലം ഉണ്ടാകുന്ന ഒരു ഭൂപ്രകൃതിയാണ്. അപ്പൊ തിരമാലകളുടെ അപരദനം മൂലമാണ് ക്ലിഫുകൾ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഇതുപോലെ വായു അല്ലെങ്കിൽ വിൻഡ് ഇറോഷൻ കാരണം, സോയിൽ ഇറോഷൻ കാരണം ഒക്കെ ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെക്കുക. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി 10ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. അപവഹനഗർത്തം, കൂൺശിലകൾ, ടെറായ്, മണൽമേടുകൾ. അപ്പൊ ഇതിൽ ഏതാണ്? ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ടെറായി ആണ്. കാരണം ബാക്കി മൂന്നും എന്താ വരുന്നത് വെച്ചാൽ കാറ്റിന്റെ അപരദനം മൂലം, വിൻഡ് ഇറോഷൻ കാരണം രൂപപ്പെടുന്ന ഭൂപ്രകൃതികളാണ്. ടെറായി വിൻഡ് ഇറോഷൻ മൂലം ഉണ്ടാകുന്നതല്ല. അപ്പൊ അവിടെ ടെറായി ആണ് ഇതിൽ ചേരാത്തത്. ഇനി 11ാമത്തെ ചോദ്യം. 11ാമത്തെ ചോദ്യം നോക്കണ്ട, അത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി 12. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? അപ്പം നമ്മൾ എന്താണ് ഹിസ്റ്ററി പഠിച്ച ആൾക്കാർക്ക് അറൈവൽ ഓഫ് യൂറോപ്യൻസിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ പഠിച്ചപ്പം ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥാപിച്ചത് എന്നൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ ഉത്തരം കിട്ടും. എവിടെയാണ് ഫോർട്ട് വില്യം? കൊൽക്കത്തയിലാണ്, അല്ലേ? അപ്പോൾ ആ ഫോർട്ട് വില്യമിനെയാണ് ഇപ്പം പേര് മാറ്റി എന്താക്കിയേക്കുന്നത്? വിജയ് ദുർഗ് എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. അതിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? സർക്കാർ പങ്കാളിത്തം കൂട്ടുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഇവര് പോളിസി തിങ്ക് ടാങ്ക് ആണല്ലോ, അല്ലെ? അപ്പോ ഈ 2ഉം 3ഉം ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, അതുപോലെ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നീതി ആയോഗിനെ പറ്റി കുറച്ചും കൂടെ നമ്മൾ പഠിക്കുമ്പോൾ, നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. അതൊരു പോളിസി തിങ്ക് ടാങ്ക് ആണ്. ഇതിനു മുമ്പ് പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. അപ്പം അന്ന് മുതൽ എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. പ്ലാനിംഗ് കമ്മീഷന് ബദലായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയിട്ട് നീതി ആയോഗാണ് എന്ന് മുതൽ 1 ജനുവരി 2015 മുതൽ പ്രവർത്തിക്കുന്നത്. ഇനി അതിന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്, അല്ലേ? അപ്പം നമ്മുടെ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിട്ട് വരുന്നത്. അതുപോലെ ഇതൊരു കോപ്പറേറ്റീവ് ഫെഡറലിസം മുന്നോട്ട് വെക്കുന്ന ഒരു സംഭവമാണ്. അതായത് സ്റ്റേറ്റും നേഷനും ഒരുമിച്ച് ഡെവലപ്മെന്റൽ പോളിസീസ്, സ്റ്റേറ്റിനും നേഷനും വേണ്ടിയിട്ട് ഒരു സഹകരണ അടിസ്ഥാനത്തിൽ, സഹകരണ മനോഭാവത്തിൽ പോളിസികൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് നീതി ആയോഗ് മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഇത് സ്ട്രാറ്റജിക് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ് സെന്ററിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും യൂണിയൻ ടെറിട്ടറികൾക്കും പ്രൊവൈഡ് ചെയ്യാന്നുള്ളതും നീതി ആയോഗിന്റെ ഒരു ദൗത്യമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതിനു മുമ്പ് നീതി ആയോഗിന് മുമ്പ് ഉണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതായിരുന്നു? പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ.
അപ്പം ഇതിലേതാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നത്? ഇക്വാലിറ്റി അദ്ദേഹം പറയുന്നുണ്ട്, സമത്വം അല്ലേ. പിന്നെ സെൽഫ് സഫിഷ്യൻസി അതും പറയുന്നുണ്ട്, സ്വയം പര്യാപ്തത, സ്വാശ്രയത്വം അല്ലേ. അപ്പൊ ഇതിൽ വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്കാണ് അദ്ദേഹം പരിഗണന കൊടുത്തിരുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ തന്നെ നമുക്ക് സി എന്നുള്ള ആൻസറിലേക്ക് എത്താം അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്തത്, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ചാണക്യൻ അർത്ഥശാസ്ത്രം, അമർത്യാസെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം വെൽഫെയർ എക്കണോമിക്സ്, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്, ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറയും. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. സർപ്ലസ് വാല്യൂ തിയറി ആരുടെയാണ്? കാൾ മാർക്സിന്റെ ആണ്. കാൾ മാർക്സിന്റെ ആണ് ഈ സർപ്ലസ് വാല്യൂ തിയറി വരുന്നത് കേട്ടോ. കാൾ മാർക്സിന്റെ ആണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ ചോദ്യം എന്താണ്? താഴെ തന്നിട്ടുള്ളവയിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് പത്മ സുബ്രഹ്മണ്യാണ് കേട്ടോ കറക്റ്റ് ആൻസർ. പത്മ സുബ്രഹ്മണ്യം ആരാണ്? ഒരു ഭരതനാട്യം നർത്തകിയാണ് അല്ലെ. അതുപോലെ നാട്യശാസ്ത്രത്തിലെ തത്വങ്ങളെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഭരതനൃത്തം എന്ന് പറഞ്ഞ ഒരു നൃത്തശാഖ അവർ രൂപീകരിച്ചിട്ടുണ്ട്, ഭരതനൃത്തം കേട്ടോ. അതുപോലെ അവരെ പറ്റി പ്രധാനമായിട്ടും ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു കറണ്ട് അഫെയർ എന്നുള്ള രീതിയിലും ചോദിച്ചു വന്നിരുന്ന ഒരു ചോദ്യമാണ്, ജപ്പാൻ സർക്കാരിന്റെ അന്താരാഷ്ട്ര ബഹുമതി ആയിട്ടുള്ള ഫുക്കുവോക്ക പ്രൈസ് ലഭിച്ചിട്ടുള്ള ഇന്ത്യക്കാരി അല്ലെങ്കിൽ ഇന്ത്യൻ വംശജ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജപ്പാൻ സർക്കാരിന്റെ അന്താരാഷ്ട്ര ബഹുമതി ആയിട്ടുള്ള ഫുക്കുവോക്ക പ്രൈസ് ലഭിച്ചിട്ടുള്ളതും ആർക്കാണ്? പത്മ സുബ്രഹ്മണ്യത്തിനാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഫുക്കുവോക്ക പ്രൈസ്. ജപ്പാനിന്റെ, അത് ഓർത്തിരിക്കാം. ഇനി അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പം മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. അപ്പൊ ക്യാപിറ്റൽ ബാക്കി എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും സഹായിക്കുന്നു. ശരിയല്ലേ? ശരിയാണ്. ഇനി മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. തൊഴിലാളികളുടെ പ്രൊഡക്ഷനുള്ള അവരുടെ പ്രൊഡക്റ്റീവ് പവർ അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതും ശരിയാണ്. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. അപ്പൊ ക്യാപിറ്റലിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ലാഭം, പ്രോഫിറ്റ് ആണ്. ആണോ? ക്യാപിറ്റലിന്റെ പ്രോഫിറ്റ് അല്ലല്ലോ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്, പലിശയാണ്. അപ്പൊ ലാഭമല്ല, പലിശയാണ് വരുന്നത് കേട്ടോ. ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇനി ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? മറ്റുള്ള ഉൽപാദക ഘടകങ്ങൾ എന്ന് പറയുന്നത് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉള്ളത് അല്ലെ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രണർഷിപ്പ്. അപ്പൊ ലാൻഡിന്റെ എന്താണ് അതിന്റെ പ്രതിഫലം? ലാൻഡിന്റെ നമുക്ക് റെന്റ്, വാടക കിട്ടും, ഭൂമി. ഇനി ലേബർ, തൊഴിലാളിക്കാണെങ്കിൽ വേജ്, വേതനം അല്ലെ, ശമ്പളം എന്നൊക്കെ പറയും. അപ്പോൾ അവർക്ക് വേതനം അല്ലെങ്കിൽ ശമ്പളമായിട്ട് കിട്ടും. ഇനി ക്യാപിറ്റലിനാണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും, പലിശ, മൂലധനത്തിന് പലിശ. ഇനി ഓൺടർപ്രണറിനാണെങ്കിൽ ഓൺടർപ്രണർഷിപ്പിന് എന്ത് കിട്ടും? അവർക്കാണ് ലാഭം കിട്ടുന്നത്, അവർക്കാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പൊ ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ അതിന്റെ പ്രതിഫലങ്ങളും ഏതാണ് പഠിച്ചിരിക്കുക കേട്ടോ. ഇനി 18ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവർ ആരെല്ലാം? നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. അപ്പൊ ഇവര് 3 പേരും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആയിട്ടുണ്ട് അല്ലെ. ഇപ്പം നിർമ്മല സീതാരാമൻ ആണ് കറന്റ്ലി നമ്മുടെ ഓൺഗോയിങ് മിനിസ്റ്റർ. അതുപോലെ മൊറാർജി ദേശായി പല വർഷങ്ങളിലായിട്ടുണ്ട്. 1958, 67, 77 എന്നീ വർഷങ്ങളിൽ, 79 ആയിട്ടുണ്ട്. ചരൺ സിംഗ് 1979 അപ്പോൾ ഇവര് 3 പേരും ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം വരുന്നത്. ഇനി 19ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെ ആണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉത്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ചോളം, കോൺ കൾട്ടിവേഷന് ഇന്ത്യക്ക് എത്രയാണ്? 3ാമത്തെ റാങ്ക് ആണുള്ളത് കേട്ടോ. ഇനി ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ചണനാരല്ല, പക്ഷെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് കോട്ടൺ ആണ്, പഞ്ഞിയാണ് അല്ലെങ്കിൽ പരുത്തിയാണ്
എന്ത് പറയുന്നത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത്. കോട്ടൺ ആണ് യൂണിവേഴ്സൽ ഫൈബർ. ചണനാരിനെ ഗോൾഡൻ ഫൈബർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അത് SCERT അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ 1ഉം 2ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇനി അടുത്ത ചോദ്യം, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി. അപ്പം ലോക്സഭയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിൽ അവരുടെ 15% ആയിരിക്കണം മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ്? ഏതിലാണ്? 91 ഭരണഘടനാ ഭേദഗതിയിലാണ് കേട്ടോ. ഇനി 42 ഭേദഗതി എന്താണ് അതിന്റെ പ്രത്യേകത? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ചെറു ഭരണഘടന എന്നറിയപ്പെടും. ഒരുപാട് ഭേദഗതികൾ അറ്റ് എ ടൈം കൊണ്ടുവന്നതാണ് 42 ഭേദഗതി. 52 ഭരണഘടനാ ഭേദഗതിയിലാണ് ആന്റി ഡിഫെക്ഷൻ ആക്ട് കൊണ്ടുവരുന്നത്, കൂറുമാറ്റ നിരോധന നിയമം അല്ലെ. അപ്പൊ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത് 52ലാണ്. അതുപോലെ 73ലാണ് എന്ത് പഞ്ചായത്തി രാജ് വരുന്നത്. 73 ഭരണഘടനാ ഭേദഗതിയിലാണ് പഞ്ചായത്തി രാജ് കൊണ്ടുവരുന്നത്. അതുപോലെ മറ്റുള്ള പ്രധാനപ്പെട്ട ഭേദഗതികളും പഠിച്ചിരിക്കുക. ഉറപ്പായിട്ടൊരു ചോദ്യം ഭേദഗതി എന്ന് വരും. ഇനി 21ാമത്തെ ചോദ്യം, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2/3 ഭാഗം അംഗങ്ങൾ ഓരോ വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. ഓരോ വർഷവും 2/3 ഭാഗങ്ങൾ 2/3 ആണോ പോകുന്നത്? അല്ല, 1/3 അല്ലേ പിരിഞ്ഞു പോകുന്നത്. 1/3 പിരിഞ്ഞു പോകും, 2/3 അവിടെ റിട്ടൈൻ ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. 2/3 ഭാഗമല്ല പിരിഞ്ഞു പോകുന്നത്. എത്രയാണ്? 1/3 ഭാഗമാണ് പിരിഞ്ഞു പോകുന്നത്. ഇനി രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അതെ, അത് ഡിസോൾവ് ചെയ്യുന്നില്ലല്ലോ, ഡിസോൾവ് ചെയ്ത് പോകുന്നില്ല ലോക്സഭ പോലെ. ഓരോ ഇയറിലും 1/3 വെച്ച് പോവുകയേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതൊരു സ്ഥിരം സഭയാണ് കേട്ടോ. ഒരിക്കലും രാജ്യസഭ ഡിസോൾവ് ചെയ്ത് പോകുന്നില്ല. ഇനി രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അതും ശരിയാണ്. റെപ്രസെന്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് രാജ്യസഭയിൽ വരുന്നത്. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു മണി ബില്ല് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും ലോക്സഭയിലായിരിക്കണം അല്ലെ. രാജ്യസഭയ്ക്ക് മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള അധികാരം ഇല്ല. അപ്പൊ ഇത് 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ. 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അടുത്ത ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. PK തുങ്കൻ കമ്മിറ്റി. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ആരാണ്? തുങ്കൻ കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്. ഭരണഘടനാ അംഗീകാരം തുങ്കൻ കമ്മിറ്റി എന്ന് ഓർത്തിരിക്കുക. ഭരണഘടനയുടെ തുമ്പത്ത് നിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ തുങ്കൻ കമ്മിറ്റീനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1988 രാജീവ് ഗാന്ധിയാണ് ഈ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. 1988 കേട്ടോ. ഇനി അതിന്റെ റെക്കമെൻഡേഷൻസ്, പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഭരണഘടനാ പദവി കൊടുക്കുക എന്നുള്ളത്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി കൊടുക്കുക എന്നുള്ളതാണ് ശക്തമായിട്ടുള്ള ഒരു ശുപാർശ വന്നത്. പിന്നെ 3 ടയർ സിസ്റ്റം, ത്രിതല സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നുള്ള 3 ടയറുകളിലായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ വേണമെന്ന് നിർദ്ദേശിച്ചു. അതുപോലെ കൃത്യമായിട്ടുള്ള കാലാവധി, പഞ്ചായത്തുകളുടെ കാലാവധി 5 വർഷമായിട്ട് നിജപ്പെടുത്തണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സംവരണത്തിനെ പറ്റിയിട്ട് റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വനിതകൾക്ക്, അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ വനിതകൾക്കും പട്ടികജാതി പട്ടികവർഗ SC/ST വിഭാഗങ്ങൾക്കും ജനസംഖ്യ അടിസ്ഥാനത്തിൽ സംവരണം നൽകണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജില്ലാ കളക്ടറിന്റെ പങ്കിനെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ജില്ലാ ആസൂത്രണ വികസന ഏജൻസിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജില്ലാ കളക്ടർ ആയിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് തുങ്കൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത് ഏതാണ്? ഭരണഘടനയുടെ 4ാം അധ്യായം എന്ന് പറയുമ്പോൾ എന്താണ്? DPSP ആണല്ലേ, നിർദ്ദേശക തത്വങ്ങൾ. 3ാം അധ്യായത്തിൽ എന്താണുള്ളത്? 3ാം അധ്യായത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. 4ാം അധ്യായത്തിൽ DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതിൽ DPSPയിൽ പെടാത്തത് തുല്യ ജോലിക്ക് തുല്യവേതനം, ഏകീകൃത സിവിൽ നിയമം, യൂണിഫോം സിവിൽ കോഡ് അല്ലെ, UCC ആർട്ടിക്കിൾ 44. അപ്പൊ ഇത് രണ്ടും DPSPയിൽ പെടുന്നതാണ്. ഇനി സംഘടനാ സ്വാതന്ത്ര്യം ഏതാണ്? റൈറ്റ് ടു ഫോം അസോസിയേഷൻ അല്ലെങ്കിൽ ഫ്രീഡം ടു ഫോം അസോസിയേഷൻ ആർട്ടിക്കിൾ 19 പെടുന്നത്. ഇനി പൊതുതൊഴിലിൽ തുല്യ അവസരം, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ജോബ് അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഒക്യുപ്പേഷൻ ഏതാണ് വരുന്നത്? ഈക്വൽ ഓപ്പർച്യൂണിറ്റി, റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആർട്ടിക്കിൾ 16 വരുന്നത്. അപ്പൊ ഇത് രണ്ടും ഇതിലാണ് വരുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സിലാണ് വരുന്നത് അല്ലേ, 4ാം അധ്യായത്തിലല്ല. അപ്പൊ 3ഉം 4ഉം ആണ്.
ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 16 ആണ് ഇതിൽ പെടാത്തത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഇനി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, അതാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം, ഇത് ലംഘിക്കുന്നതും അതുപോലെ ക്രമക്കേടുകളും പരാതികളും ഒക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പൗരന്മാർക്ക്, സിറ്റിസൺസിന് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാൻ വേണ്ടിയിട്ട്, അവരോട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഏതാണ്? സി വിജിൽ. അപ്പം സിറ്റിസൺസ് ആണല്ലോ ഇത് കൊടുക്കുന്നത്, പൗരന്മാരല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം സിറ്റിസൺസ് വിജിൽ എന്ന് ഓർത്താൽ മതി. സി വിജിൽ കേട്ടോ. ഇനി 25ാമത്തെ ചോദ്യം, ചേരുംപടി ചേർത്തവ പരിശോധിക്കുക, എന്നിട്ട് ഇതിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം, കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിങ്. ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഏതാണ്? 1ഉം 2ഉം ആണ് അല്ലെ. മദ്യനിയന്ത്രണം ബാങ്കിങ് ഒക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളാണ് അല്ലെ. മദ്യനിയന്ത്രണം, ലിക്കർ ആരാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ബാങ്കിങ് ആണെങ്കിലും സ്റ്റേറ്റിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി, പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ആരാണ്? കറന്റ് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ, കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? കിരൺ റിജിജു ആണ് അല്ലേ. അതുപോലെ ക്യാബിനറ്റിലെ മന്ത്രിമാരെയൊക്കെ ഒന്ന് ഫെമിലറൈസ് ചെയ്ത് വെക്കുക. പിന്നെ പ്രധാനമായിട്ട് ഇപ്പോൾ ഓർത്തിരിക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ധർമ്മേന്ദ്ര പ്രധാൻ ആയിരുന്നു അല്ലേ. CJP പ്രൊട്ടസ്റ്റിന് ശേഷം അദ്ദേഹത്തിന് പകരം ഇപ്പൊ ആരാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? പ്രഹ്ലാദ് ജോഷിയാണ് കേട്ടോ. പ്രഹ്ലാദ് ജോഷിയാണ് ഇപ്പം മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് ചാർജ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം മറ്റേ റിന്യൂവബിൾ എനർജി അതിന്റെ വകുപ്പും കൈകാര്യം ചെയ്യുന്നുണ്ട്, പിന്നെ കൺസ്യൂമർ അഫയേഴ്സും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മൂന്നും കൈകാര്യം ചെയ്യുന്നത് പ്രഹ്ലാദ് ജോഷിയാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് മന്ത്രിമാരുണ്ട്. രാജ്നാഥ് സിംഗ് നമുക്കറിയാം മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആണ്, ഡിഫൻസ് പ്രതിരോധ വകുപ്പാണ് രാജ്നാഥ് സിംഗ്. അമിത്ഷാ ആഭ്യന്തര ആണ്, ഹോം അഫയേഴ്സും പിന്നെ സഹകരണവും കോർപ്പറേഷൻ. നിതിൻ ഗഡ്കരി ഏതാണ്? റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ആര്? നിതിൻ ഗഡ്കരി. പിന്നെ JP നഡ്ഡ, ജഗത് പ്രകാശ് നഡ്ഡ കൈകാര്യം ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്, ആരോഗ്യ വകുപ്പ്. പിന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ റൂറൽ ഡെവലപ്മെന്റ് അതുപോലെ അഗ്രികൾച്ചർ ആൻഡ് ഫാമർ വെൽഫെയർ ആണ്. ഫിനാൻസ് മിനിസ്റ്റർ ആണ് നിർമ്മല സീതാരാമൻ അല്ലെ. പിന്നെ കോർപ്പറേറ്റ് അഫയേഴ്സ്, ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. എക്സ്റ്റേണൽ അഫയേഴ്സ് ജയശങ്കർ ആണ് അല്ലെ. മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ശ്രീ ജയശങ്കർ ആണ്. ഇനി മനോഹർ ലാൽ, അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പവർ അതുപോലെ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള മന്ത്രിമാരെയൊക്കെ നോക്കി പോവുക. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ടത് ആരൊക്കെയാണ്? പ്രഹ്ലാദ് ജോഷി നമ്മൾ പറഞ്ഞു. പിന്നെ അശ്വിനി വൈഷ്ണവ് റെയിൽവേ മിനിസ്റ്റർ ആണ്, അശ്വിനി വൈഷ്ണവ് ഓർത്തിരിക്കാം. അതുപോലെ കിരൺ റിജിജു നമ്മളിപ്പോൾ പറഞ്ഞു പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ആണ്. ഭൂപേന്ദ്ര യാദവ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് മിനിസ്റ്റർ ആണ്. പിന്നെ ബാക്കി എല്ലാവരെയും ഒന്ന് വായിച്ചു പോവാ കേട്ടോ. ബാക്കി എല്ലാ മിനിസ്റ്റേഴ്സിനായിട്ട് ഒന്ന് ഫെമിലറൈസ് ചെയ്തിരിക്കാം. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇവരെ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ നോക്കിയതാണ് അല്ലേ. നമുക്ക് ഡിസംബർ 11 അറിയാം, പക്ഷെ 93 93 നിലവിൽ വന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അല്ല. ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് 93 ഒക്ടോബർ 12 നിലവിൽ വന്നത് അല്ലെ. അപ്പൊ 1993 ഒക്ടോബർ 12 നിലവിൽ വന്നത് ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 98 1998 ഡിസംബർ 11. അപ്പം ദിവസം ശരിയാണ്, വർഷമാണ് തെറ്റിച്ചു കൊടുത്തത്. 98 കേട്ടോ നിലവിൽ വന്നത്. 98 93 നിലവിൽ വന്നത് ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഏതായിരുന്നു ദിവസം? 1993 ഒക്ടോബർ 12. അപ്പൊ 93 ഒക്ടോബർ 12 ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അതിനുശേഷം 98 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്, 1 തെറ്റാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം വിവരാവകാശ കമ്മീഷനെ പറ്റിയിട്ടാണ്. അപ്പൊ വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്.
അഴിമതി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. അപ്പൊ ഇതെല്ലാം ശരിയാണ് അല്ലെ. ആന്റി കറപ്ഷൻ നിയന്ത്രിക്കാനാണ്. അതുപോലെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാൻ, ഉദ്യോഗസ്ഥർക്ക് ഒരു ഉത്തരവാദിത്ത ബോധം, റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാൻ. അതുപോലെ ട്രാൻസ്പെറൻസി സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഇതും വൺ ഓഫ് ദ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ആണ്. അപ്പം തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2 കേട്ടോ. ഇനി അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? അപ്പം ഇത് കഴിഞ്ഞ മിനിസ്ട്രിയിലാണ്, ഈ ഓപ്ഷൻസ് നോക്കണ്ട. ഇപ്പം കറന്റ് മിനിസ്ട്രിയിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണെന്ന് ഓർത്താൽ മതി. ഇപ്പോഴത്തെ മന്ത്രിമാരെയാണ് നമ്മൾ ഇനി പഠിച്ചു പോകുന്നത് കേട്ടോ. അപ്പം ഇപ്പം കറന്റ് തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീമതി ബിന്ദു കൃഷ്ണയാണ് അല്ലെ. ശ്രീമതി ബിന്ദു കൃഷ്ണയാണ് തൊഴിൽ വകുപ്പ്, അതുപോലെ തന്നെ ക്ഷീരവികസനം, വനിതാ ശിശുക്ഷേമ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് ബിന്ദു കൃഷ്ണയാണ്. അതുപോലെ കുറച്ച് പ്രധാനപ്പെട്ട മറ്റു മന്ത്രിമാരെയും പഠിച്ചിട്ട് പോകണം. നമ്മൾ ഇപ്പോൾ പുതിയ മന്ത്രിസഭയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുവരെയും മന്ത്രിമാരെ ഒന്നും അങ്ങനെ പഠിച്ചിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ പേരും കാര്യങ്ങളും ഒക്കെ, ഏതൊക്കെ വകുപ്പുകളാണ്, അവരുടെ പോർട്ട്ഫോളിയോസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം കേട്ടോ. അപ്പൊ ഇതിൽ നമുക്കറിയാം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ്. അതുപോലെ ധനകാര്യ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. കുഞ്ഞാലിക്കുട്ടി ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് വരുന്നുണ്ട്. IT വകുപ്പ്, AI വകുപ്പൊക്കെ അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ്, പിന്നെ വിജിലൻസ്. അദ്ദേഹമാണ് ഇപ്പം ഓപ്പറേഷൻ തൂഫാനിന്റെ നേതൃത്വം വഹിക്കുന്നത് അല്ലെ. ഓപ്പറേഷൻ തൂഫാൻ ആ ഒരു സംഭവത്തിന്റെ നേതൃസ്ഥാനത്ത്, അത് ഹോം അഫയേഴ്സിന്റെ ആഭ്യന്തരത്തിന്റെ കീഴിലാണ് ഓപ്പറേഷൻ തൂഫാൻ നടത്തുന്നത്. അത് കൈകാര്യം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയുടെ കീഴിലാണ് കേട്ടോ. അതുപോലെ വൈദ്യുത വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് ആണ്. ആരോഗ്യവകുപ്പ് കെ മുരളീധരൻ. പിന്നെ ജലസേചനം മോൻസ് ജോസഫ് ആണ്. അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് മന്ത്രിമാരെയൊക്കെ പഠിച്ചിരിക്കുക. ഗതാഗതം CP ജോൺ ആണ്. പൊതുവിദ്യാഭ്യാസം N ഷംസുദ്ദീൻ ആണ്. പിന്നെ ടൂറിസം അതുപോലെ സംസ്കാരം അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് PC വിഷ്ണുനാഥ് ആണ്. ഉന്നത വിദ്യാഭ്യാസം റോജി M ജോൺ. പിന്നെ നമ്മൾ ബിന്ദുകൃഷ്ണ പറഞ്ഞല്ലോ. പിന്നെ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് M ലിജു. അങ്ങനെ ഒരുവിധപ്പെട്ട മന്ത്രിമാരെയൊക്കെ പഠിച്ചിരിക്കുക. അതൊക്കെ ചോദ്യം, ഏത് വേണമെങ്കിലും ചോദ്യം വരാം. ഇനി അടുത്ത ചോദ്യം, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര രാജ്യസഭാ സീറ്റുകളാണ് കേരളത്തിൽ ആകെ ഉള്ളത്? കേരളത്തിൽ ആകെ മൊത്തം 9 രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത് കേട്ടോ. ഇനി അടുത്തത്, കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആര്? ഇപ്പൊ നിലവിലെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേട്ടോ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് ഇപ്പം നിലവിലെ ഗവർണർ. ഇനി 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരായിരുന്നു? NS മാധവനാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വർഷം എക്സാം എഴുതുമ്പോൾ 2023, 24, 25 ഈ ഒരു 3 വർഷത്തെ അവാർഡ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ 2024 ആരാണ്? NS മാധവനാണ്. 2025 ആർക്കായിരുന്നു എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയത്? KG ശങ്കരൻ പിള്ളയ്ക്കാണ്. KG ശങ്കരൻ പിള്ള. 25 KG ശങ്കരൻ പിള്ള, 24 NS മാധവൻ, 2023 SK വസന്തൻ. ഈ 3 ഇയേഴ്സും ഓർത്തിരിക്കുക. 23 SK വസന്തൻ, 24 NS മാധവൻ, 25 KG ശങ്കരൻ പിള്ള. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി സയൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് സർ എക്സ്പ്ലെയിൻ ചെയ്യും. നമുക്കിനി താഴേക്ക് പോയി കഴിഞ്ഞാൽ 32ാമത്തെ ചോദ്യം, പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? അപ്പൊ കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കാക്കനാടാണ് കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം വരുന്നത് കേട്ടോ. ഇനി 53ാമത്തെ ചോദ്യം, മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? ആദ്യമായിട്ട് മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച മലയാള നടൻ ആരാണ്? PJ ആന്റണിയാണ് കേട്ടോ. PJ ആന്റണിയാണ് ആദ്യ മലയാള നടൻ. ദേശീയ അവാർഡ് ലഭിച്ച, മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണി. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് മൈമുന. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്മാരകശിലകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമുന. ആണോ? അല്ല. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞല്ലേ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി 3, പുനത്തിൽ കുഞ്ഞബ്ദുള്ള സൃഷ്ടിച്ച കഥാപാത്രമാണ് മൈമുന. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാവുമ്പോൾ ഒബ്വിയസ്ലി തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. പുനത്തിൽ കുഞ്ഞബ്ദുള്ള അല്ല, ആരാണ്? OV വിജയന്റെ കഥാപാത്രമാണ് മൈമുന. അപ്പൊ ഇവിടെ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ.
ഇനി 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ് മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത്? EV രാമകൃഷ്ണനാണ്. അപ്പൊ അതുപോലെ തന്നെ 2024 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതികളും കർത്താക്കളും. ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദി ഉണ്ട്. അതുപോലെ തന്നെ മായാമനുഷ്യര്, ഈ 2 നോവലും ആ നോവലിന്റെ കർത്താക്കള്, ഗ്രന്ഥകാരന്മാരാരാണ്, അതിന്റെ പ്രമേയങ്ങൾ, കഥാപാത്രങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. കാരണം ഇപ്പൊ വരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ആർക്കാണ് അവാർഡ് കിട്ടിയത് അല്ലെങ്കിൽ ആരാണ് എഴുതിയത് എന്നൊന്നും അല്ല ചോദിക്കുന്നത്. അതിലെ കഥാപാത്രങ്ങളെ പറ്റിയിട്ടും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ആ ഒരു ട്രെൻഡ് നോക്കി നമ്മൾ പഠിക്കണം. കഥാപാത്രങ്ങളെ പറ്റിയിട്ടും അതിന്റെ പ്രമേയത്തെ പറ്റിയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിരിക്കണം കേട്ടോ. ഇനി 56ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഷാജി എൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. G. അരവിന്ദന് ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ് പിറവി. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ്? ഇതിൽ 1ഉം 2ഉം ശരിയാണ്. G. അരവിന്ദന് പിറവി എന്ന് പറയുന്ന സിനിമയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന് തമ്പ്, കാഞ്ചന സീത, ചിദംബരം തുടങ്ങിയ സിനിമകൾക്കാണ് അദ്ദേഹത്തിന് ദേശീയ അവാർഡിന് വേണ്ടിയിട്ട് പരിഗണിച്ചതും ലഭിച്ചിട്ടുള്ളതും. അപ്പം 1ഉം 2ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഇനി 57ാമത്തെ ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അപ്പൊ ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് കേട്ടോ. ഇനി 58, ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? അപ്പൊ ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ? ജയ്പാൽ സിംഗ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ജയ്പാൽ സിംഗ് ആണ്. ഇനി IT സർ എടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഇനി 64ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പോക്സോ ആക്ട്. അപ്പൊ പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? അപ്പൊ ആരാണ് മൈനർ? 2012 പ്രകാരം ഒരു കുട്ടി എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എത്ര വയസ്സിൽ താഴെയുള്ള ആളാണ് പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് നിർവചിച്ചിരിക്കുന്നത്? 18 വയസ്സിൽ താഴെയുള്ള ആളുകൾ, 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെയാണ് പോക്സോ നിയമപ്രകാരം കുട്ടിയായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. ഇനി ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? അപ്പം കേന്ദ്ര ഉപഭോക്തൃ സമിതി ഒരു വർഷത്തിൽ എത്ര തവണ കുറഞ്ഞത് മീറ്റിംഗ് കൂടിയിരിക്കണം? എത്ര തവണയാണ്? 1 തവണയെങ്കിലും എന്നാണ്. 1 തവണയെങ്കിലും വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി മീറ്റിംഗ് കൂടിയിരിക്കണം. ഇനി അടുത്ത ചോദ്യം, ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര? അപ്പൊ നാഷണൽ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറുടെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ ഓഫീസറുടെയും കാലാവധി ടെന്യൂർ എത്ര വർഷമാണ്? എത്ര വർഷത്തേക്കാണ് അവർ നിയമിക്കുന്നത്? 3 വർഷമാണ് കേട്ടോ. 3 വർഷമാണ് നാഷണൽ ഓർ സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ കാലാവധി. വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷമാണ് കേട്ടോ. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജയന്തി പട്നായിക് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരിയാണ്. കവയത്രി സുഗതകുമാരി ആയിരുന്നു നമ്മുടെ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ. ഇനി 68ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? അതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമ്മളോട് ചോദിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കും. അത് ശരിയാണ് അല്ലേ? പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ്, അതായത് ഈ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഇതിനെതിരെ അന്വേഷണത്തിന് വരുന്ന പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സും അതുപോലെ സർവീസ് പ്രൊവൈഡേഴ്സും ആയിട്ടുള്ള ആൾക്കാർ പബ്ലിക് സർവൻസ് ആയിരിക്കും. ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം. കാരണം ആൾക്കാർക്ക് ഇതിനെ പറ്റി ഒരു അവയർനെസ് വേണ്ടേ അല്ലെ? എനിക്ക് ഇങ്ങനെ ഒരു അവകാശമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തണം. അപ്പം അത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരസ്യങ്ങൾ നൽകുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കുന്നതാണ്. അതും ശരിയാണ്. അവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് 3ഉം ശരിയാണ്. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ സർവൈവ് ചെയ്ത ഒരാൾക്ക് ഒരു അവകാശ നിഷേധം ഉണ്ടാവില്ലല്ലോ അല്ലെ? അത് വിക്ടിമിനല്ല, ആർക്കാണ്?
പ്രതിയായിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ അങ്ങനെ എന്തെങ്കിലും അവകാശ നിഷേധം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുക. അപ്പം അത് ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ തന്നെ സർവൈവർ ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു അവകാശ നിഷേധം ഉണ്ടായിരിക്കില്ല. അപ്പം ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഉത്തരം വരുന്നത് ഡി ആണ്. ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? മൈനോറിറ്റി കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? 6 പേരുണ്ട്. അപ്പോൾ ചെയർപേഴ്സണെ കൂടിയിട്ടാകുമ്പോൾ അവർ മൊത്തം 7 പേരാണ്. മൈനോറിറ്റി കമ്മീഷനിൽ ചെയർപേഴ്സൺ കൂടാതെ 6 പേര്, ചെയർപേഴ്സൺ ഇൻക്ലൂഡഡ് ആകുമ്പോൾ ടോട്ടൽ മെമ്പേഴ്സ് 7 പേര്. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ടോട്ടൽ മെമ്പേഴ്സ് 7 പേര്, ചെയർപേഴ്സണെ കൂടാതെ 6 പേര്. ഇനി അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ഥാപിക്കുന്ന ഓൾഡ് ഏജ് ഹോം, അവിടെ മിനിമം എത്ര പേരെ, എത്ര എൽഡർലി സിറ്റിസൺസിനെ അക്കോമഡേറ്റ് ചെയ്യണം? മിനിമം എത്ര പേർക്ക് താമസ സൗകര്യം വേണം? മിനിമം എത്ര പറയുന്നത്? 150 ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 150. നമുക്കിനി സയൻസിലെ ചോദ്യങ്ങൾ നോക്കാം. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? അപ്പോൾ ഏതൊക്കെയാണ്? ഇനാമല്, ഡെൻഡൈന്, പൾപ്പ് ക്യാവിറ്റി, സിമെൻറ്റം. ഈ 4ആണ് തന്നിട്ടുള്ളത്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 3ഉം 4ഉം ശരി. പൾപ്പ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ഏറ്റവും ആന്തരമായിട്ടുള്ള ഭാഗമാണ്. സിമെൻ്റ് എന്താ? പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കല. ഇനി ഇനാമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനാമൽ ആക്ച്വലി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ഡെൻഡൈനോ? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കുക. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏതാണ്? സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ വന്ധ്യതയാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്, വൈറ്റമിൻ ഇ. അപ്പോൾ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാ? സൺഷൈൻ വൈറ്റമിൻ നമുക്ക് ഏത് വൈറ്റമിനാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുക, നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യുക? അത് വൈറ്റമിൻ ഡി ആണ് കേട്ടോ. സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയപ്പെടുന്നത് വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡി തന്നെ വേറൊരു പേരിൽ അറിയപ്പെടും, കിഡ്നി ഹോർമോൺ എന്നുള്ള പേരിലും അറിയപ്പെടും. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അതിന് മുന്നേ വൈറ്റമിൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വൈറ്റമിൻ എ, അതിൻ്റെ പ്രാധാന്യം എന്താണ്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യം. വൈറ്റമിൻ ബി, തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം. വൈറ്റമിൻ സി, പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വൈറ്റമിൻ ഡിയോ? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വൈറ്റമിൻ ഇ, നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വൈറ്റമിൻ കെ, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന്. ഇനി വൈറ്റമിൻസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫാറ്റ് സൊലുബിളും, കൊഴുപ്പിൽ ലയിക്കുന്നവയും. മറ്റേത് ഏതാ? വാട്ടർ സൊലുബിളും, വെള്ളത്തിൽ ലയിക്കുന്നവയും. അപ്പോൾ ഏതൊക്കെയാണ് ഫാറ്റ് സൊലുബിൾ? കെ, ഇ, ഡി, എ, ഈ 4 എണ്ണമാണ് ഫാറ്റ് സൊലുബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിനൊരു കോഡ് ഉണ്ട്, ഫാറ്റ് കേട. എന്താണ്? ഫാറ്റ് കേട. ആക്ച്വലി ഫാറ്റ് കേടല്ല, എന്നാലും നമ്മൾ കോഡായിട്ട് പറയുമ്പോൾ ഫാറ്റ് കേടാന്നുള്ളത് കേട്ടോ, ഓർത്തിരിക്കുക. അപ്പോൾ വാട്ടർ സൊലുബിൾ ഏതാണ്? ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ബിയും സിയും. ഈ ബി എന്ന് പറയുമ്പോൾ ബി കോംപ്ലക്സ് മൊത്തം വരും. അപ്പോൾ അതും സിയും ആണ് വാട്ടർ സൊലുബിൾ ആയിട്ടുള്ളത്. ഫാറ്റ് സൊലുബിൾ, ഫാറ്റ് കേട. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കാം. വൈറ്റമിൻ എ ഏതൊക്കെ ഭക്ഷണങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുക? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയറില, ചേമ്പില, മുരിങ്ങയില. അപ്പോൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ബെനിഫിഷ്യലായിട്ടുള്ളത് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന്. ഇനി വൈറ്റമിൻ ഡിയോ? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു, പിന്നെ പാലുൽപ്പന്നങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഇനി വൈറ്റമിൻ ഇ, സസ്യാണുകളിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് അത് ലഭിക്കുക. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഇ അത്യാവശ്യമാണ്. ഇനി വൈറ്റമിൻ കെ, കാബേജ്, ചീര, കോളിഫ്ലവർ
എന്നീ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കും. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ വൈറ്റമിൻ കെ സഹായിക്കുന്നു. ഇനി വൈറ്റമിൻ സിയോ പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. പിന്നെ ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ സി ആവശ്യമാണ്. ഇനി വൈറ്റമിൻ ബി ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നീ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നീ പ്രവർത്തനങ്ങൾക്ക് വൈറ്റമിൻ ബി അത്യാവശ്യമാണ്. ഇനി പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വൈറ്റമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അതിനാൽ അടച്ചു വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അടച്ചു വേവിച്ചിട്ടില്ലെങ്കിൽ വൈറ്റമിൻ സി ആ ഫുഡിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഫുഡൊക്കെ അടച്ചു വേവിക്കാൻ പറയുന്നത്, എസ്പെഷ്യലി പഴങ്ങളും പച്ചക്കറികളൊക്കെ. ഇനി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റമിൻ ഡിനെ കിഡ്നി ഹോർമോണെന്നും വിളിക്കാറുണ്ടെന്ന്. അതെന്തുകൊണ്ടാണ്? നമ്മളെ ശരീരത്തിൽ വൈറ്റമിൻ ഡി എങ്ങനെ കിട്ടുക? ഒന്നെങ്കിൽ അത് സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മളെ ബോഡി സിന്തസൈസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ ഫുഡിൽ കൂടെയും സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഡി ഉണ്ടല്ലോ, അത് നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു ഇനാക്റ്റീവ് ഫോമിലാണ് നമ്മുടെ ശരീരത്തിലെത്തുക. അപ്പോൾ ഈ ഇനാക്റ്റീവ് വൈറ്റമിൻ ഡി ആക്റ്റീവ് ഫോമിലോട്ട് മാറിയാലേ നമ്മുടെ ശരീരത്തിന് കാര്യമുള്ളൂ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സംഭവം, ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് കിഡ്നിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ കിഡ്നിയാണ് വൈറ്റമിൻ ഡീനെ ഇനാക്റ്റീവ് ഫോമിൽ നിന്ന് അതിൻ്റെ ആക്റ്റീവ് ഫോമായിട്ടുള്ള കാൽസിട്രോളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോർമോൺ ഉണ്ടല്ലോ, ഈ ഹോർമോണ് കാൽസിട്രോൾ എന്ന് പറഞ്ഞ ഹോർമോണ് നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷനും നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം അബ്സോർപ്ഷനും ഫോസ്ഫേറ്റ് അബ്സോർപ്ഷനൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, വൈറ്റമിൻ ഡീനെ കിഡ്നി ഹോർമോൺ എന്നും പറയുന്നത്. ഇനി നമുക്ക് അപര്യാപ്തത രോഗങ്ങൾ കൂടി നോക്കാം. വൈറ്റമിൻ എ ഏതാണ്? നിശാന്തത. വൈറ്റമിൻ ബി ഗ്ലോസൈറ്റിസ്, അതെന്താണ്? നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും. പിന്നെ വായ്പുണ്ണ്, അതായത് ബെറിബെറി. ഇനി വൈറ്റമിൻ സി മോണയിൽ നിന്നുള്ള രക്തസ്രാവം അല്ലെങ്കിൽ സ്കർവി. വൈറ്റമിൻ ഡി കണ അല്ലെങ്കിൽ എന്താ പറയുക, റിക്കറ്റ്സ്. ഇനി ഇവിടെ മറ്റ് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസീസസും കൊടുത്തിട്ടുണ്ട്. വൈറ്റമിൻ എ നൈറ്റ് ബ്ലൈൻഡ്സും പിന്നെ ഹൈപ്പർ കെരാറ്റോസിസും കെരാട്ടോമെലാസിയ. പിന്നെ അത് മാത്രമല്ല സെറോഫ്താൽമിയ ഉണ്ട്. പെർസിസ്റ്റൻ്റ് ആയിട്ട് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ദീർഘനാൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരികയാണെങ്കിൽ സിറോഫ്താൽമിയ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കുക. ഇനി വൈറ്റമിൻ ബി1 ഡെഫിഷ്യൻസി ഏതാണ്? നമ്മൾ പറഞ്ഞ പോലെ ബെറിബെറി, പിന്നെ ഗ്ലോസൈറ്റിസ്, വെർണിക്കോർസകോഫ് സിൻഡ്രോം. വൈറ്റമിൻ ബി2 അതിൻ്റെ കുറവ് മൂലം റൈബോഫ്ലാവിനോസിസ്. വൈറ്റമിൻ ബി3ൻ്റെ കുറവ് മൂലം പെല്ലാഗ്ര. വൈറ്റമിൻ ബി5ൻ്റെ കുറവ് മൂലം പെരത്തീസിയ. വൈറ്റമിൻ ബി6ൻ്റെ കുറവ് മൂലം അനീമിയ, പെരിഫറൽ ന്യൂറോപ്പതിയൊക്കെ. പിന്നെ വൈറ്റമിൻ ബി7ൻ്റെ കുറവ് മൂലം ഡെർമറ്റൈറ്റിസും എൻഡറൈറ്റിസും. വൈറ്റമിൻ ബി9ൻ്റെ കുറവ് മൂലം മെഗലോബ്ലാസ്റ്റും. പിന്നെ ഡെഫിഷ്യൻസി ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണ്. പക്ഷേ മെയിനായിട്ട് വരുന്നത് ബി12ൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ്. വൈറ്റമിൻ ബി9 ഡെഫിഷ്യൻസി മൂലം മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവും. ഇനി വൈറ്റമിൻ സി നമ്മൾ പറഞ്ഞു, സ്കർവി. വൈറ്റമിൻ ഡി റിക്കറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ കണ എന്ന് പറയും മലയാളത്തിൽ. പിന്നെ ഒസ്റ്റിയോമെലാസിയ. പിന്നെ വൈറ്റമിൻ ഇൻ്റെ കുറവ് മൂലം മൈൽഡ് ഹീമോലൈറ്റിക് അനീമിയ ഇൻ ഇൻഫൻസ്. പിന്നെ വൈറ്റമിൻ കെൻ്റെ കുറവ് മൂലം ബ്ലീഡിങ് ഡയത്തീസ്. കാരണം വൈറ്റമിൻ കെ ഒരു ക്ലോട്ടിങ് ഫാക്ടേഴ്സൊക്കെ ഉണ്ടാക്കുന്നതിൽ നിർണായകമാണ്. അപ്പോൾ വൈറ്റമിൻ കെൻ്റെ കുറവ് മൂലം ബ്ലീഡിങ് ഡയത്തീസസ് ഉണ്ടാവും. അടുത്ത ചോദ്യം, സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പോൾ രോഗങ്ങളും രോഗകാരികളും തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം ആദ്യം. കോളറ, അതിന് നേരെ വൈറസാണ് തന്നിരിക്കുന്നത്. കോളറ വൈറസാണോ? അല്ലല്ലോ. കോളറ ബാക്ടീരിയൽ രോഗമാണ്. ഏതാണ്? വിബ്രിയോ കോളറയാണ് കോളറ പരത്തുന്നത്. അല്ല, കോളറക്ക് രോഗകാരി. ഇനി എലിപ്പനി ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് അത് രോഗത്തിന് കാരണമാവുന്നത്. എലിപ്പനിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, ലെപ്റ്റോസ്പൈറോസിസ് കേട്ടോ അതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇനി സ്ക്രപ്ടൈഫസും ഒരു ബാക്ടീരിയൽ രോഗമാണ്. കുരങ്ങുപനി ഒരു വൈറൽ രോഗമാണ്. അപ്പോൾ ഇതിൽ ഏതാ ശരി? 2 മാത്രമാണ് ഇതിൽ ശരിയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി
സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. 2 മാത്രം. അമൃതം ആരോഗ്യമാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി. ഇനി കാതോർ എന്താണ്? കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് കാതോർ. ധ്വനി എന്ന് വെച്ചാൽ കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്കായിട്ട് കേരളത്തിൽ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും തുടർ ചികിത്സകളും നൽകുന്നതിനായി ആരംഭിച്ചതാണ് ധ്വനി എന്ന് പറഞ്ഞ പദ്ധതി. അപ്പോൾ ഇതിൻ്റെ പുതിയ പേര് എന്താണ്? ശ്രുതി തരംഗം എന്നാണ്. അപ്പോൾ ഇതാണ് ധ്വനി ശ്രുതി തരംഗം. അപ്പോൾ ഇത് തുടങ്ങിയത് സംസ്ഥാന ആരോഗ്യ ഏജൻസിയും കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും ചേർന്നിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓർത്തിരിക്കുക, ധ്വനി ശ്രുതി തരംഗം എന്താണ്? കോക്ലിയർ ഇംപ്ലാന്റേഷൻ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? അപ്പോൾ ജനറ്റിക് ഡിസീസാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ക്യാൻസറും സിലിക്കോസിസും. ക്യാൻസർ എന്ന് പറഞ്ഞൊരു ജീവിതശൈലി രോഗമാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ അതല്ല. സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഒക്യുപ്പേഷണൽ ഹസാർഡ് അല്ലെങ്കിൽ ഒരു ഒക്യുപ്പേഷണൽ ഇൽനെസ് ആണ്. ആ ഒരു കാറ്റഗറിയിലാണ് സിലിക്കോസിസ് വരിക. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഹീമോഫീലിയും സിക്കിൾ സെൽ അനീമിയയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് എന്ത്? ജനിതക രോഗങ്ങൾ. ഇനി എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസും എന്താണ്? വൈറൽ ഡിസീസസ് ആണ്. എയ്ഡ്സ് ഏതാണ്? HIV വൈറസ്, ഹെപ്പറ്റൈറ്റിസ് വൈറസ്. ഇനി പോളിയോ അല്ലെങ്കിൽ ടെറ്റനസ്. പോളിയോ ഒരു വൈറൽ രോഗമാണ്, ടെറ്റനസോ ഒരു ബാക്ടീരിയൽ രോഗമാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 2 മാത്രമാണ്, ഓപ്ഷൻ ബി. അടുത്തത്, സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല, അത് ശരിയാണ്. 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല, അത് തെറ്റാണ്. 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല, അതും തെറ്റാണ്. അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 മാത്രം ശരി. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ യൂഫോട്ടിക് മേഖലയാണ്. നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ധാരാളം ജീവികൾ ഈ മേഖലയിൽ ജീവിക്കുന്നു. ഇനി 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ ഡിസ്ഫോട്ടിക് മേഖലയാണ്, അല്ലെങ്കിൽ ഡിസ്ഫോട്ടിക് സോൺ. ഇവിടെ പ്രകാശലഭ്യത പരിമിതമാണെങ്കിലും സസ്യകേന്ദ്രീകൃതമായ ജീവജാലികയാണ് ഇവിടെയും, അതായത് വെബ് ഓഫ് ലൈഫ്. ജീവജാലിക എന്ന് പറഞ്ഞാൽ വെബ് ഓഫ് ലൈഫ്. ഇനി 1000 മീറ്ററിന് താഴെ എഫോട്ടിക് മേഖലയാണ്. അപ്പോൾ ഇവിടെ ലഭ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവായതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കില്ല. എന്നാൽ ഇവിടെയുള്ള ചില ജീവികൾക്ക് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത്. രാസസംശ്ലേഷണം, അതായത് കീമോസിന്തസിസ് നിർവഹിക്കുന്ന ചില ബാക്ടീരിയകളും ഇവിടെ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലുള്ള ജന്തുക്കൾക്ക് ആഹാരം. അതുകൂടാതെ രാസസംശ്ലേഷണം നടത്തുന്ന ചില ബാക്ടീരിയകളും ഇവിടെ ഉണ്ട്. ഇനി ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇതിൽ സൗദി അറേബ്യ കൊടുത്തിട്ടുള്ളത് 3. അതാണ് കറക്റ്റ് ആൻസർ. ഇനി 2025 26 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2024 നേരത്തെ പറഞ്ഞു സൗദി അറേബ്യയാണ് ഹോസ്റ്റ് ആയിട്ടുള്ളത്. 2024 തീം എന്തായിരുന്നു? ലാൻഡ് റിസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. അതിൻ്റെ സ്ലോഗൻ അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ, വി ആർ ജനറേഷൻ റിസ്റ്റോറേഷൻ. ഇനി 2025 ആതിഥേയത്വം വഹിച്ചത് സൗത്ത് കൊറിയ ആണ്. തീം എന്താണ്? പുട്ടിങ് എൻ എൻഡ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അതാണ് സ്ലോഗൻ അല്ലെങ്കിൽ ഹാഷ്ടാഗ്. ഇനി 2026 അസർബൈജാനാണ് ഹോസ്റ്റ്. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ, നൗ ഫോർ ക്ലൈമറ്റ്. അപ്പോൾ അതാണ് 2026 തീം. ഇനി
മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? നൈജീരിയ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ നൈജീരിയ ആണ് കറക്റ്റ് ആൻസർ. ഇനി ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഏതാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ പ്രതിപതനം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ അതെന്താണ് സംഭവം നമുക്ക് നോക്കാം. പൂർണ്ണാന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പ്രകാശിക സാന്ദ്രത, അതായത് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോൺ. അപ്പോൾ ഗ്ലാസ് വായു ജോഡിയിൽ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 42 ഡിഗ്രിയാണ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപതിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം. അപ്പോൾ എന്താണ് രണ്ട് കണ്ടീഷൻ? ഒന്ന്, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കായിരിക്കണം പ്രകാശരശ്മി സഞ്ചരിക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ, പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാവണം. എന്തൊക്കെയാണ്? ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലോട്ടാവണം. രണ്ടാമത്തെ കണ്ടീഷൻ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാവണം എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വായു, ഗ്ലാസ്, ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 42 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ്, റെയറർ മീഡിയം എന്താണ്? വായുവാണ്. ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് പ്രകാശരശ്മി പോണ ഒരു ഡയഗ്രാംസ് ആണ് ഇവിടെ, ഇലിസ്ട്രേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ കാണാം ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ കണ്ടോ 90 ഡിഗ്രി ആവും. ക്രിട്ടിക്കൽ ആംഗിൾ കൂടുതലാകുമ്പോൾ റേസ് വായു സെയിം മീഡിയം ആയിട്ടുള്ള ഗ്ലാസ്സിലോട്ട് തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. കണ്ടോ ക്രിട്ടിക്കൽ ആംഗിൾ ആവുന്നതിന് മുന്നേ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്, അപവർത്തനം സംഭവിച്ചിട്ട് കണ്ടോ അങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, ചെറുതായിട്ട് ഡീവേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ക്രിട്ടിക്കൽ ആംഗിൾ ആയാൽ എന്തായി? 90 ഡിഗ്രി ആയിട്ട് പോകുന്നുണ്ട്. ക്രിട്ടിക്കൽ ആംഗിൾ കൂടുതലായാൽ സെയിം മീഡിയത്തിലോട്ട് തന്നെ ഗ്ലാസ്സിലോട്ട് തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം കടന്നു പോകുന്നത്. പതനകോണിൻ്റെ അളവ് ക്രമമായി കൂടുമ്പോൾ അപവർത്തന കോണും കൂടി വരുന്നു. പതനകോൺ ഒരു നിശ്ചിത അളവിനേക്കാൾ കൂടുമ്പോൾ പതനരശ്മി പൂർണ്ണമായും ജലത്തിലേക്ക് തന്നെ പ്രതിപദിക്കുന്നു. അത് ഇവിടുത്തെ കേസാണ് പറയുന്നത്, വാട്ടറും എയറും തമ്മിലുള്ള കേസാണ് പറയുന്നത്. ഒക്കെ സെയിം തന്നെയാണ്, രണ്ട് കണ്ടീഷനാണ്, അത് ഓർത്തിരിക്കുക. പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയൊരു മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കലി റയറർ ആയിട്ടുള്ളൊരു മീഡിയത്തിലോട്ടാവണം ലൈറ്റ് റേ പാസ് ചെയ്യണത്. പിന്നെന്താണ്? ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടും കൂടുതലാവണം. എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതനക്കോൺ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും മീറ്റ് ചെയ്യണം, എന്നാലേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം നടക്കുകയുള്ളൂ. ഇനി അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പൂർണ്ണാന്തര പ്രതിപതനത്തിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? വാഹനങ്ങളിലത്തെ റിഫ്ലക്റ്റേഴ്സ്, പിന്നെ പെരിസ്കോപ്പ്, പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ, നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കണ്ട പോലെ. അപ്പോൾ ഇതുണ്ടോ TIRൻ്റെ ആപ്ലിക്കേഷനാണ്. ഇങ്ങനെയാണ് സിഗ്നൽസ് ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ പോകുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ കണ്ടുപിടുത്തം വാർത്താവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. അനേകായിരം പ്രകാശ സിഗ്നലുകൾ അവയുടെ തീവ്രതയ്ക്ക് നഷ്ടം സംഭവിക്കാതെ ഒരേ സമയം ഒരു കേബിളിലൂടെ അയക്കാൻ കഴിയും. പ്രകാശവേഗത്തിൽ ഇത്തരം സിഗ്നലുകളെ വിദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഇതാണ് വാർത്താവിനിമയത്തിന് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കാൻ കാരണമായത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ഉപയോഗം മെഡിക്കൽ രംഗത്തും ഇപ്പോൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ എൻഡോസ്കോപ്പിക് എന്ന് പറയുന്നത്. അതിലൊക്കെ ആപ്ലിക്കേഷൻ വരുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് വരുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്?
സെക്കൻഡാണ് അല്ലേ. ബാക്കി മീറ്റർ, പ്രകാശവർഷം, ആസ്ട്രോണോമിക്കൽ യൂണിറ്റൊക്കെ എന്താണ്, ദൂരം അളക്കാനുള്ള യൂണിറ്റ്സാണ്. ഇനി നമുക്ക് SI യൂണിറ്റ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ബേസിക് ആയിട്ടുള്ള SI യൂണിറ്റ്സ് ഏതൊക്കെയാണ്? മീറ്റർ എന്തിനാണ്? ലെങ്ത്തിൻ്റെ. സോറി, ഇവിടെ അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. സിമ്പിൾ ഇവിടെയാണ് വേണ്ടത്, മെഷർ ഇവിടെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. സിമ്പിൾ സ്മോൾ ലെറ്റർ M. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, അതായത് താപനില, അതിൻ്റെ യൂണിറ്റ് എന്താണ്? കെൽവിൻ. കെൽവിൻ ആക്ച്വലി ക്യാപിറ്റൽ K ആണ് കേട്ടോ വരിക. ഇനി ഇലക്ട്രിക് കറണ്ട് ആംപിയർ ആണ്. ടൈം സെക്കൻഡ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല. മാസ് കിലോഗ്രാം. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, എന്താണ് ചിലയിടത്ത് സ്മോൾ ലെറ്ററും ചിലയിടത്ത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിരിക്കണമെന്ന്. ഇപ്പോൾ നമ്മളൊരു ആളുടെ പേര് യൂസ് ചെയ്തിട്ടാണ് ആ യൂണിറ്റിന് നെയിം ചെയ്തിരിക്കണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ കെൽവിൻ എന്നുള്ളത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്, അപ്പോൾ അവിടെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ ആംബിയറും ഒരു നെയിമാണ്, ഒരു പേഴ്സൻ്റെ നെയിമാണ്, അപ്പോൾ അവിടെയും ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെയും ഉണ്ടോ. ഇപ്പോൾ ഇത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് SI സിസ്റ്റത്തിൽ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. വാട്ടിൻ്റെ സിമ്പിൾ എന്താ നിൽക്കുന്നത്? ക്യാപിറ്റൽ W അല്ലേ. അതേപോലെ ജൂളും ക്യാപിറ്റൽ J ആണ് വരുന്നത്, എനർജിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ജൂള്. അതേപോലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ന്യൂട്ടൺ ക്യാപിറ്റൽ N ആണ് കൊടുത്തിട്ടുള്ളത്. പാസ്കൽ ക്യാപിറ്റൽ P യും A ആണ് കൊടുത്തിട്ടുള്ളത്. കൂളോംബ് ക്യാപിറ്റൽ C ആണ്. അപ്പോൾ ഒരാളുടെ പേരാണ് വരുന്നതെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ. അപ്പോൾ അതാണ്. ഇത് നിങ്ങളൊന്ന് നോക്കി പോവുക, അത്യാവശ്യമുണ്ട്, കൊടുത്തിട്ടുണ്ട്, നോക്കുക. അടുത്തതൊരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലമാണ് വന്നിട്ടുള്ളത് ഫിസിക്സിൽ നിന്ന്. എളുപ്പമാണ്, കോൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. നമുക്ക് നോക്കാം. അപ്പോൾ മിറർ ഫോമുലയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. മിറർ ഫോമുല എന്താണ്? 1/f = 1/v + 1/u. ലെൻസ് ആകുമ്പോൾ ഇവിടെ മൈനസ് ആവും, ഇവിടെ പ്ലസ് ആണ്. ഇപ്പോൾ മിറർ ഫോമുലയിൽ പ്ലസ് ആണ്. വസ്തുവിലേക്കുള്ള ദൂരമാണ് ഇവിടെ u എന്ന് കൊടുത്തിട്ടുള്ളത്. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം v ആണ്. ഫോക്കസ് ദൂരം f ആണ്. നമ്മളിവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് വരും, എന്തുകൊണ്ടാണ് അവിടെ മൈനസ് കൊടുത്തതെന്നുള്ളത് അല്ലേ. ക്വസ്റ്റ്യനിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ദർപ്പണത്തിന് മുമ്പിൽ നിന്ന്. അപ്പോൾ ദർപ്പണത്തിൽ മുമ്പിലാകുമ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുമ്പോൾ മിററിന് മുമ്പിലുള്ള സംഭവങ്ങൾ എന്താണ്? നെഗറ്റീവായിട്ടാണ് എടുക്കുക, മുമ്പിലുള്ള വാല്യൂസ്. പിന്നിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ളത് എന്താ എടുക്കുക? പോസിറ്റീവും. അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് ഇൻ ഫ്രണ്ട്. കണ്ണാടിക്ക് മുമ്പിലേ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുക. അപ്പോൾ ഒബ്ജക്റ്റിലോട്ടുള്ള ദൂരം എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് വേണം എടുക്കാൻ. അതേപോലെ തന്നെ ഈ ഒരു ഇൻസിഡൻറ്റിൽ ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു റിയൽ ഇമേജ് ആണ്, ഫ്രണ്ടിലാണ് രൂപപ്പെടുന്നത്. അപ്പോൾ എന്താ എടുക്കുക? നെഗറ്റീവാണ് എടുക്കുക. മിററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് വാട്ട്സ് എന്താണ്? നെഗറ്റീവും, റൈറ്റ് വാട്ട്സ് എന്താണ്? പോസിറ്റീവുമാണ്. ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസ് നെഗറ്റീവും, റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് പോസിറ്റീവും. ഒന്നുകൂടി നോക്കാം. അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യണമെന്ന് വെച്ചാൽ, ലൈറ്റ് ഏത് ഡയറക്ഷനിൽ നിന്നാണോ വരുന്നത്. ഇപ്പോൾ ഒരു പ്രകാശിക്കുന്ന വസ്തു മുന്നിൽ വെച്ചെന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ലൈറ്റ് സപ്പോസ് ഇവിടെയാണെന്ന് വെക്കുക. ലൈറ്റ് ഈ ഡയറക്ഷനിൽ നിന്നല്ല വരിക, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടല്ലേ പോവുക. അപ്പോൾ റൈറ്റ് വാർഡ്സ് ഉള്ള സംഭവം എന്താണ്? പോസിറ്റീവാണ്. കണ്ടോ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവാണ്, ഡിസ്റ്റൻസ് ടുവാർഡ്സ് ദ റൈറ്റ്. പക്ഷേ മിററിൽ നിന്ന് നേരെ തിരിച്ച് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ മിററിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് കണക്കാക്കുമ്പോൾ കണ്ണാടിയിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് കണക്കാക്കുക. അപ്പോൾ
നെഗറ്റീവായിട്ട് എടുക്കണം. അതേപോലെ തന്നെ പ്രതിബിംബവും കണ്ണാടിയിൽ നിന്ന് ഇത്ര ദൂരത്തിലാണ് രൂപപ്പെടുന്നത്. അപ്പോൾ അതും എന്താണ്, കണ്ണാടിയുടെ മുന്നിലാണ്. അപ്പോൾ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോണത്. അപ്പോൾ അതും നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ഒന്നുകൊണ്ടും പറയാം, ലൈറ്റ് ഏത് ഡയറക്ഷനിൽ നിന്നാണ് വരുന്നത്, ലൈറ്റിൻ്റെ അതേ ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ്. ലൈറ്റ് വരുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് കൊടുക്കും. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് -10ഉം -40ഉം വരുന്നത്. അപ്പോൾ മിററിൻ്റെ ഫ്രണ്ടിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ മിററിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ്. ഇനി പ്രതിബിംബം മിററിൻ്റെ ഫ്രണ്ടിലാണ് രൂപപ്പെടുക. കോൺകേവ് മിറർ അല്ലേ, അപ്പോൾ ഫ്രണ്ടിലാണ്. അത്രയും അടുത്ത് വെച്ചാൽ മാത്രമേ വെർച്വൽ ഇമേജ് ഫോം ചെയ്യുള്ളൂ. ഇവിടെ റിയൽ ഇമേജാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും നെഗറ്റീവ് വാല്യൂ എടുക്കണം. അപ്പോൾ 1/f = 1/v + 1/u. അപ്പോൾ 1/f = 1/-40 വിൻ്റെ വാല്യൂ പ്ലസ് 1/-10 യുവിൻ്റെ വാല്യൂ. അപ്പോൾ എന്ത് വരും, നമ്മൾ ക്രോസ് ചെയ്താൽ -5/40 എന്ന് പറയും. ക്രോസ് ചെയ്തിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്താണ് -50/400 ആവും. സിംപ്ലിഫൈ ചെയ്താൽ -5/40. അത് വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ -1/8 ആവും. അപ്പോൾ 1/f = -1/8. അത് നമ്മൾ റെസിപ്രോക്കൽ മാറ്റിയാൽ -8 ആവും. എഫിൻ്റെ വാല്യൂ -8. അതാണ് ആൻസർ. ഫോക്കസും മൈനസാണ് വരിക, കാരണം ഫോക്കസ് മിററിൻ്റെ ഫ്രണ്ടിലല്ലേ, അല്ലേ, മിററിൻ്റെ ഫ്രണ്ടിലാണ് ഫോക്കസ് വരിക. അപ്പോൾ എന്തായാലും മൈനസ് വാല്യൂ ആവുമെന്ന് ഉറപ്പിക്കാം. അപ്പോൾ മൈനസ് വാല്യൂ ആവുമെന്ന് ഉറപ്പിച്ചാൽ തന്നെ ബിയും ഡിയും പോവും. പിന്നെ 2 ആൻസർ ഉള്ളത്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്താൽ അത് സാധനം കിട്ടും. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 2 ചോദ്യങ്ങൾ സയൻസിൽ പെട്ടതല്ല, എന്നാലും ഈ ക്വസ്റ്റ്യൻസിനിടയിൽ വന്നുകൊണ്ട് നമുക്ക് നോക്കാം. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം. അത് ഓപ്ഷൻ എ മുംബൈ ആണ്. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം. അത് ഇറ്റലിയാണ് കേട്ടോ. അടുത്തത്, കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? അപ്പം അതിൻ്റെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി ആണ് കേട്ടോ, കാൽഷ്യം കാർബണേറ്റ്. ഇനി എങ്ങനെയാണ് ഈ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ കുമ്മായം എന്ന് പറഞ്ഞാൽ എന്താ, അതെങ്ങനെയാണ് കുമ്മായം ഉണ്ടാക്കുക? കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ചുണ്ണാമ്പുണ്ടല്ലോ, ചുണ്ണാമ്പ് എന്നറിയപ്പെടുന്ന കാൽഷ്യം ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും, CaOH ട്വൈസ്. അപ്പോൾ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അഥവാ അതിന് വേറൊരു പേരുണ്ട്, സ്ലേക്കഡ് ലൈം. അപ്പോൾ ഈ ഒരു ലായനിയാണ് ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലേക്കഡ് ലൈം എന്ന് പറയുന്ന ഈ ഒരു ലായനിയാണ് നമ്മൾ കുമ്മായം എന്ന് പറഞ്ഞിട്ട് ചുവരിൽ തേക്കുക. അപ്പോൾ ഈ കുമ്മായം നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഈ കുമ്മായത്തിൽ ഓൾറെഡി കാൽഷ്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ കുമ്മായത്തിലുള്ള കാൽഷ്യം അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തിളക്കം കാണപ്പെടുന്നത്, ഈ കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു അറൗണ്ട് 2-3 ദിവസം എടുക്കും ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്ന് എങ്ങനെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കും അല്ലെങ്കിൽ എങ്ങനെ ആൻസറിലോട്ട് എത്തും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. എന്താണ്? ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇതാണ് ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇനി ഈ ഓപ്ഷൻസിൽ ഹൈഡ്രജൻ വാതകം ഉള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ ഒരൊറ്റ ഓപ്ഷനുള്ള ഓപ്ഷൻ എ മാത്രമല്ലേ, FeCl3H2 ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് ആൻസർ. എന്താണ് കോൺസെപ്റ്റ്? എന്താണ്? ആസിഡ് ക്രിയാശീലം കൂടുതലുള്ള മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ കീ, ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ തന്നെ പല ക്വസ്റ്റ്യൻസും ഇത് സിമിലർ ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. പലപ്പോഴും
ചോദിച്ചിട്ടുള്ളൊരു സംഭവമാണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന ഗ്യാസ് അല്ലെങ്കിൽ എലമെൻ്റ് ഏതാണെന്നുള്ളത്. ഇത് ആസിഡും റിയാക്ടിവിറ്റി കൂടി അല്ലെങ്കിൽ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് കുറേ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഓപ്ഷൻസിൽ എന്തെങ്കിലും ഒരു ക്ലൂ ആയിട്ട് കൊടുക്കാറുമുണ്ട് സെയിം കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്ര നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണ്, പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണ്, ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോണ്, എഫ് സബ്ഷെല്ലിൽ 14 ഇലക്ട്രോണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഡിഫറൻസ് എത്ര വരുന്നത്? 4 വെച്ചിട്ടാണ് കൂടി പോകുന്നത് അല്ലേ. എസ്സിൽ 2, പിയിൽ 2 + 4 6, ഡിയിൽ 6 + 4 10, എഫിൽ പിന്നെ ഒരു 4 കൂടി കൂട്ടിയാൽ 14. അപ്പോൾ 2 4 കൂട്ടിയാൽ 6, 4 കൂട്ടിയാൽ 10, 4 കൂട്ടിയാൽ 14. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സീരീസ് പോലെയാണ് ഇത് പോകുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഫസ്റ്റത്തിൽ എസ്സിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. അപ്പോൾ എസ് അറിഞ്ഞാൽ തന്നെ ബാക്കിയെല്ലാം കിട്ടും. എസ്സിൽ 2 ഓർത്തിരിക്കുക, ബാക്കി പിക്കും ഡിക്കും എഫിനും 4 വെച്ച് കൂട്ടി പോവുക. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, 10 ഇലക്ട്രോൺ. ഇനി ഡാഷ് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. അപ്പോൾ എന്താണ് ഇൽമനൈറ്റ്? ഇൽമനൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയത്തിൻ്റെ ഒരു ഓറാണ് ഇൽമനൈറ്റ്. ടൈറ്റാനിയത്തിൻ്റെ ഓറാണ്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനിലാണ് ടൈറ്റാനിയം ഉള്ളത്? ഓപ്ഷൻ ബിയിലല്ലേ, ടൈറ്റാനിയം ഡയോക്സൈഡ്. അപ്പോൾ അതാണ് ആൻസർ വരിക. ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ഉൽപ്പാദനത്തിലുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഇൽമനൈറ്റ് എന്താണ്? ടൈറ്റാനിയത്തിൻ്റെ ഓറാണ്. ഇനി കുറച്ച് മെറ്റൽസിനെയും അവരുടെ കോമൺ ആയിട്ടുള്ള ഓർസിനെയും പറ്റി നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്ത് തരാം. അപ്പോൾ അലുമിനിയത്തിൻ്റെ ഓർസ് ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, ഡയസ്പോർ, കാൽനൈറ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ് ചോദിച്ചിട്ടുള്ളത്? PSC ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ബോക്സൈറ്റ് ആണ്. ഇനി അയണ്ടത് ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, അയൺ പൈറൈറ്റ്, ലിമോണൈറ്റ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഓർ ഏതൊക്കെയാണ്? അയണിൻ്റെ ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ്. ഇനി കോപ്പറിൻ്റെ കോപ്പർ പൈറൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്, മാലക്കൈറ്റ്. അപ്പോൾ അതൊക്കെയാണ് കോപ്പറിൻ്റെത്. കോപ്പർ പൈറൈറ്റും മാലക്കൈറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കുപ്രൈറ്റൊക്കെ ഓർത്തിരിക്കുക. ഇനി സിങ്കിനാണ് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ളത്. കലാമിൻ എന്തായാലും മറക്കാണ്ട് ഓർത്തിരിക്കുക. കാരണം ഇപ്പോൾ ഈ അടുത്ത് 10th പ്രിലിംസിന് കൂടി ചോദിച്ചിട്ടുള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇനി സിങ്ക് ബ്ലെൻഡ് അല്ലെങ്കിൽ സ്ഫാലറൈറ്റ്, പിന്നെ സിങ്കൈറ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിങ്കിൻ്റെ കലാമിൻ. ലെഡ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഗലേനയാണ്. അത് ഓർത്തിരിക്കുക, ലെഡ്, ഗലേന. വേറെ എന്തൊക്കെയാണ്? ആംഗിൾസൈറ്റും സെറസൈറ്റും. ടിന്നിൻ്റെ ടിൻ സ്റ്റോൺ അല്ലെങ്കിൽ കാസറ്ററൈറ്റ്. എന്താണ് ടിന്നിൻ്റെ? കാസറ്ററൈറ്റ്. അതിൻ്റെ കോമൺ നെയിം എന്താണ്? ടിൻ സ്റ്റോൺ. ഇനി സിൽവർ ഗ്ലാൻസ് അല്ലെങ്കിൽ അർജൻറ്റൈറ്റ് എന്ന് പറയും. പിന്നുള്ളത് റൂബി സിൽവർ അല്ലെങ്കിൽ പൈരാർഗറൈറ്റ്, പിന്നെ ക്ലോറാർഗറൈറ്റ് അല്ലെങ്കിൽ ഹോൺ സിൽവർ എന്ന് പറയും. സ്റ്റെഫനൈറ്റ്, പ്രോസിറ്റൈറ്റ്. സിൽവർ ഗ്ലാൻസ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായുകുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ഏതാണ്? ബോയിൽസ് ലോ ആണല്ലേ. വായുകുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നതല്ല, അപ്പോൾ പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ അത് ബോയിൽസ് ലോ ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്യാസ് ലോസ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ബോയിൽസ് ലോ, അതായത് മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പറയുന്നതാണ് ബോയിൽ നിയമം അല്ലെങ്കിൽ ബോയിൽസ് ലോ. അപ്പോൾ സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. അപ്പോൾ ഈ ബന്ധം 1662 റോബർട്ട് ബോയിലാണ് പ്രസ്താവിച്ചത്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. അപ്പോൾ പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവും. അതായത് V പ്രൊപ്പോർഷണൽ ടു 1/P. അപ്പോൾ നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരും. V ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/P. അപ്പോൾ Pനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ, Pനെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ
പി വി ഈക്വൽ ടു കെ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്, പി വി ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ്. അപ്പോൾ കെയുടെ വില വാതകത്തെയും അതിൻ്റെ മാസിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദം P1 ആയിരിക്കുമ്പോൾ വ്യാപ്തം V1ഉം മർദ്ദം P2 ആയിരിക്കുമ്പോൾ വ്യാപ്തം V2ഉം ആയാൽ ഇക്വേഷൻ എന്താണ്? P1 V1 ഈക്വൽ ടു P2 V2. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കാലാവസ്ഥാ ബലൂണുകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരുംതോറും അതിൻ്റെ വലിപ്പം കൂടുന്നു, അല്ലേ? എന്നുവെച്ചാൽ ഉയരം കൂടുന്തോറും പ്രഷർ കുറയും, അപ്പോൾ വോളിയം കൂടും. അതേപോലെ തന്നെ അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്ന കുമിളകൾ ജലോപരിതലത്തിൽ എത്തുമ്പോൾ വലിപ്പം കൂടുന്നു. അപ്പോൾ അക്വേറിയത്തിൻ്റെ അടിയിൽ എന്ന് പറയുമ്പോൾ പ്രഷർ കൂടുതലാവും, അത് മുകളിലോട്ട് ഉപരിതലത്തിൽ സർഫസിലോട്ട് വരും തോറും പ്രഷർ കുറയും. അതോടൊപ്പം തന്നെ വോളിയം എന്താണ് കുമിളകളുടെ വലിപ്പം കൂടും, വോളിയം കൂടും. അപ്പോൾ അതാണ് ബോയ്ൽസ് ലോ പറയുന്നത്. ഇനി ചാൾസ് ലോ എന്താണ്? വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ചാൾസ് നിയമം പറയുന്നത്, വോളിയവും ടെമ്പറേച്ചറും. അപ്പോൾ മർദ്ദം സ്ഥിരമായിട്ടിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലക്ക് നേരനുപാതത്തിലായിരിക്കും. ഇതാണ് ചാൾസ് ലോ പറയുന്നത്. എന്താണ്? വി പ്രൊപ്പോർഷണൽ ടു ടി, വോളിയം പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. എങ്ങനെ? കണ്ടീഷൻ എന്താണ്? പ്രഷറും മാസും കോൺസ്റ്റൻ്റ് ആണ്. പ്രഷറും മാസും സ്ഥിരമായിരിക്കണം. ഇപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയാൽ വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടി. ടീനെ മറ്റു സൈഡിലോട്ട് കൊണ്ടുപോയാൽ വി ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇനി T1 T2 എന്നീ താപനിലകളിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം യഥാക്രമം V1 V2 ആയാൽ V1 ബൈ T1 ഈക്വൽ ടു V2 ബൈ T2. അപ്പോൾ ചാൾസ് ലോ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെ ആപ്ലിക്കബിൾ ആവുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറിൽ കുറഞ്ഞ മർദ്ദത്തിൽ വായു നിറയ്ക്കുന്നു. ദ്രാവകാവസ്ഥയിൽ നിന്ന് വേഗത്തിൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന ഒരു രാസവസ്തുവാണ് ദ്രാവക അമോണിയ. തുറക്കുന്നതിന് മുമ്പ് അല്പസമയം തണുത്ത ജലത്തിൽ വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ കുപ്പികൾ തുറക്കുന്നത്. ഇപ്പോൾ വോളിയം കൂടാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി അവഗാഡ്രോ നിയമം, അവഗാഡ്രോസ് ലോ. വാതകങ്ങളിലെ കണികകളുടെ എണ്ണവും അതിൻ്റെ വ്യാപ്തവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ് അവഗാഡ്രോ ലോ. അപ്പോൾ സ്ഥിര താപനിലയിലും മർദ്ദത്തിലും തുല്യ വ്യാപ്തത്തിൽ എടുത്തിരിക്കുന്ന ഏതൊരു വാതകത്തിലെയും തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഈക്വൽ വോളിയത്തിൽ എടുത്തിരിക്കുന്ന ഏത് രണ്ട് വാതകത്തിലെയും തന്മാത്രകളുടെ എണ്ണം എന്താവും? സെയിം ആവും. അഥവാ നിശ്ചിത താപനിലയിലും മർദ്ദത്തിലും തുല്യ എണ്ണം വാതക തന്മാത്രകൾ എടുത്താൽ അവയുടെ വ്യാപ്തം തുല്യമായിരിക്കും. സെയിം കോൺസെപ്റ്റ് തന്നെ. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇതാണ് അവഗാഡ്രോ നിയമം. എന്താണ്? വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. കണ്ടീഷൻ എന്താണ്? ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്. ഇനി നിത്യജീവിതത്തിൽ ഈ നിയമം എങ്ങനെയൊക്കെയാണ് വരിക? ബലൂണ് നമ്മൾ ഊതി ഉയർപ്പിക്കുക, അല്ലെങ്കിൽ ഫുട്ബോളിൽ വായു എയർ കയറ്റുക, അതൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഇനി കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അവഗാഡ്രോ ലോ, ബോയ്ൽസ് ലോ, ചാൾസ് ലോ, ഇതിൽ മൂന്നും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നാൽ കിട്ടുന്നൊരു ഇക്വേഷനാണ്. അതിന് മൂന്നിൻ്റെ ഇക്വേഷൻസ് ഒരുമിച്ച് കൊണ്ടുവന്നാൽ കിട്ടുന്നൊരു ഇക്വേഷനാണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ അതെന്താണ്? P1 V1 ബൈ T1 ഈക്വൽ ടു P2 V2 ബൈ T2. അതാണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ഇനി IT ക്വസ്റ്റ്യൻസ് ആണ്. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്. ഈ പ്രൈവറ്റ് ബ്രൗസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡൊക്കെ ഇല്ലേ, അപ്പോൾ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി അല്ലേ? ബ്രൗസിംഗ് ഹിസ്റ്ററി, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ. ഇനി HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് എന്താണ്? ഇത് തന്നെ കിട്ടും. ഇമേജ് അല്ല, IMG ആണ് കേട്ടോ. ഇനി ഒരു LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? റൗട്ടർ കേട്ടോ, റൗട്ടറാണ്. നമ്മൾ വൈഫൈൻ്റെ റൗട്ടറൊക്കെ ഉണ്ടാവില്ലേ, വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന LAN ആണല്ലോ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ വൈഫൈ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? വൈഫൈ റൂട്ടറല്ലേ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആൻസർ.
ഇനി IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി എന്താണ്? നമുക്ക് ഈ ഓപ്ഷൻസ് എന്താണ് കിട്ടും അല്ലേ? സാർട്ടിൻ, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇത്രയും നീട്ടി വിളിച്ചിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ അതന്നെ ആവില്ല ആൻസർ. ഇനി ഇൻപുട്ട് ഉപകരണം ഇതിലേതാണ് ഇൻപുട്ട്? പ്രിൻ്റർ ഇൻപുട്ടാണോ? അല്ല, പ്രിൻ്റർ ഔട്ട്പുട്ടാണ്. പ്ലോട്ടറും ഔട്ട്പുട്ടാണ്. സ്പീക്കറും ഔട്ട്പുട്ടാണ്. ആൻസർ ഓപ്ഷൻ ഡി, സ്കാനറാണ് ആൻസർ. സ്കാനറാണ് ഇതിൽ ഇൻപുട്ട് ഡിവൈസായിട്ട് വരുന്നത്. ബാക്കി മൂന്നെണ്ണം ഔട്ട്പുട്ടാണ്. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ്. കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് നമുക്ക് തരുന്നതാണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് തരുന്നതാണ് എന്ത്? ഔട്ട്പുട്ട് ഡിവൈസസ്. ഇപ്പോൾ പ്രിൻ്ററിലൊക്കെ നമ്മളൊരു സാധനം എടുക്കല്ലേ, കമ്പ്യൂട്ടറിലൊരു സാധനം ഒരു ഔട്ട്പുട്ടായിട്ട് ഒരു ഹാർഡ് കോപ്പി ആയിട്ട് നമുക്ക് തരുന്നു, അതാണ് പ്രിൻ്റർ. പ്ലോട്ടർ അതേപോലെ തന്നെ ഫ്ലെക്സ് അടിക്കുന്നത്, അത് കമ്പ്യൂട്ടറിലുള്ളൊരു ഡിസൈന് ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് തരുന്നു. സ്പീക്കർ നമ്മൾ കമ്പ്യൂട്ടറിൽ സാധനം പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ശബ്ദം പുറത്തേക്ക് തരുന്നു അല്ലേ? സ്കാനർ എന്താ? നമ്മളെ കയ്യിലുള്ള ഒരു ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്തിട്ട് ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇൻപുട്ടാണ്. ഇനി നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇംഗ്ലീഷിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു ഈവ്സ് ഡ്രോപ്പ് ഓൺ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവിടെ ഈവ്സ് ഡ്രോപ്പിനോട് ക്ലോസസ്റ്റ് മീനിങ് വരുന്ന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ രഹസ്യമായിട്ട് ഒളിഞ്ഞു നിന്ന് കേൾക്കുക, വേറൊരാൾക്കാരുടെ കോൺവെർസേഷൻ നമ്മൾ ഒളിച്ചു നിന്ന് കേൾക്കുക. അപ്പോൾ ഇതിലിവിടെ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലേ? ടു ലിസൺ സീക്രറ്റ്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇനി 82ാമത്തെ ചോദ്യം, ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഡാഷ് ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ്. അപ്പം ഇന്നലെ ആ ഒരു യാത്രികന് ഓർമ്മയുണ്ടോ? ആരാണോ ഇന്നലെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് അല്ലേ? അപ്പം ആരാണോ എന്നുള്ളൊരു സംഭവമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വരിക? ഏത് പ്രൊനൗൺ ആണ്? ഹൂ ആണ് വരിക അല്ലേ? ഡു യു റിമെമ്പർ ദ പാസഞ്ചർ ഹു ട്രാവൽഡ് യെസ്റ്റർഡേ വിത്തൗട്ട് എ ടിക്കറ്റ്. അപ്പോൾ ഹൂ ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്ന പ്രൊനൗൺ. ഇനി 83ാമത്തെ ചോദ്യം, മാർട്ടിൻ എയ്റ്റ് ദ ഡാഷ് എമൗണ്ട് ഓഫ് ഷവർമ അറ്റ് ദ പാർട്ടി പ്രിഫറിങ് ടു സ്നാക്ക് ഓൺ വെജിറ്റബിൾസ്. അപ്പം മാർട്ടിൻ എന്താണ്? കുറച്ച് ഷവർമേ കഴിച്ചുള്ളൂ. എന്തുകൊണ്ട്? ഇനി വെജിറ്റബിൾസ് കഴിക്കാന്നുള്ളത് പ്രിഫർ ചെയ്തത് കൊണ്ട് കുറച്ച് എമൗണ്ട്, ലൈക്ക് ഏറ്റവും കുറച്ച് എമൗണ്ട് ഷവർമയാണ് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഏത് സൂപ്പർലേറ്റീവ് ഫോമാണ് വരിക? അപ്പോൾ ലീസ്റ്റ് എമൗണ്ട് എന്നാണ് പറയാം കേട്ടോ. ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഷവർമ അറ്റ് ദ പാർട്ടി പ്രിഫറിങ് ടു സ്നാക്ക് ഓൺ വെജിറ്റബിൾസ്. അപ്പോൾ ഇവിടെ കറക്റ്റ് വരിക ഓപ്ഷൻ ഡി ആണ്. ഇനി 84, pursuing a graduate degree from a reputable institution these days can cost an arm and a leg. അപ്പോൾ ഈ ആം ആൻഡ് ലെഗ് എന്ന് പറയുന്നതിൻ്റെ ആ ഇഡിയത്തിൻ്റെ അർത്ഥം എന്താ വരുന്നത്? അപ്പോൾ ഒരു റെപ്യൂട്ടബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് അവിടെ നിന്ന് ഒരു PG ഡിഗ്രി പെർസ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നല്ലേ നമ്മൾ പൊതുവെ പറയാം അല്ലേ? അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പം ഒരു ട്രിക്കും കൂടെ യൂസ് ചെയ്യാം. അതായത് ഓപ്ഷൻസിൽ ഓഡ് വൺ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അഫോർഡബിൾ, എക്കണോമിക്കൽ, ഇൻഎക്സ്പെൻസീവ്, ഇത് മൂന്നിനും ഏകദേശം ഒരേ അർത്ഥമാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇത് മൂന്നും സെയിം അർത്ഥമാണെങ്കിൽ അത് ഇതിൻ്റെ ആൻസർ ആവാൻ സാധ്യതയില്ല. അപ്പം ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഇഡിയമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് അങ്ങനെ നോക്കുക. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഔട്ട് എന്നുള്ള ഒരു സംഭവം, ഇതിൽ ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നത് ഏതാ? എക്സ്പെൻസീവ് ആണ്. ബാക്കി മൂന്നും സെയിം അർത്ഥമാണ് വരുന്നത്. അങ്ങനെ പലതവണ നമുക്ക് എന്താ പറയുക, അങ്ങനെ ഒരു ട്രിക്ക് മിക്കവാറും ചില സമയത്ത് വർക്ക് ആവാറുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ ഇല്ലെങ്കിലും നമുക്കറിയാം an arm and a leg എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസീവ് എന്നാണ് അർത്ഥം വരുന്നത്. ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ കണക്റ്റ് ആയിട്ട് വരുന്നത് ആ ഒരു വേർഡാണ് അല്ലേ? ആ ഒരു മീനിങ് ആണ്. അപ്പം അങ്ങനെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പം കോസ്റ്റ് an arm and a leg എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് എന്നാണ് ആ ഐഡിയമിൻ്റെ അർത്ഥം വരുന്നത്. ഇനി അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ കോമ്പൗണ്ട് വേർഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ വേർബ് പ്ലസ് അഡ്വേർബ് പാറ്റേൺ. അപ്പോൾ ഇതെല്ലാം കോമ്പൗണ്ട് വേർഡ്സ് ആണ്. ഇതിൽ വേർബ് പ്ലസ് അഡ്വേർബ് വരുന്നത് ഏതാണ്? ബ്രേക്ക് ത്രൂ ആണ് അല്ലേ? ബ്രേക്ക് വേർബാണ്, ത്രൂ ആഡ്വേർബ്. അപ്പോൾ ബ്രേക്ക് ത്രൂ ആണ് വേർബ് പ്ലസ് അഡ്വേർബ് വരുന്നത്. ഇനി ഡ്രൈ ക്ലീൻ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഡ്രൈ ഉണങ്ങിയത്, ക്ലീൻ വൃത്തിയുള്ളത്. അപ്പോൾ അത് രണ്ടും ഒരു വിശേഷണം പോലെയാണ് അല്ലേ? രണ്ടും ഒരു അഡ്ജക്റ്റീവ് പോലെയാണ് വരുന്നത്. അഡ്ജക്റ്റീവ് പ്ലസ് അഡ്ജക്റ്റീവ് പോലെയാണ് അത് വരുന്നത്. ഇനി വൈറ്റ് വാഷ് വരുമ്പോഴോ, വൈറ്റ് ഇൻ സെൻസ് ഓഫ് കളറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കളർ നൗൺ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അഡ്ജക്റ്റീവ് ആയിട്ടും എടുക്കാം. പിന്നെ വാഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ വെർബ്, അപ്പോൾ അഡ്ജക്റ്റീവ് പ്ലസ് വെർബ് അല്ലെങ്കിൽ നൗൺ പ്ലസ് വെർബ് എന്നുള്ള രീതിയിലായിരിക്കും വരിക. ഇനി സെയിൽ ബോട്ട് എന്ന് പറയുമ്പോൾ സെയിൽ തുഴയുക, അതെന്താണ്? ഒരു വെർബാണ്. ബോട്ട് നൗൺ ആണ്. അപ്പോൾ അതെന്താണ്? വെർബ് പ്ലസ് നൗൺ എന്നുള്ള രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഇവിടെ വെർബ് പ്ലസ് അഡ്വേർബ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഓഫ് ദ റോയൽ ഫാമിലി സ്റ്റിൽ പ്രിസർവ് ദ ട്രഡീഷൻ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. അപ്പോൾ ഇവിടെ ഡിസെൻഡൻസ് ആണ്. ഡിസെൻഡൻസിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ് ഡിസെൻഡൻസിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ്?
ഇതാണല്ലേ DESCENDANTS. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് കേട്ടോ ഡിസെൻഡൻറ്റിൻ്റെ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ദിസ് ക്ലോത്ത് യൂസ് ടു ഫെയ്ഡ് വെൻ വാഷ്ഡ് ഡാഷ്. അപ്പോൾ അവിടെ പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണല്ലേ. അപ്പോൾ പാസ്റ്റ് വരുമ്പോൾ എന്തായാലും ഡു വരില്ല, ഡിഡ് ആണ് വരിക. അപ്പോൾ ഡിഡിൻ്റെ ദിസ് വരുന്നുണ്ട്, ഡിഡിൻ്റെ ഇറ്റ്. പിന്നെ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ടാഗ് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഓപ്ഷൻസും നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ഡിഡിൻ്റെ ആണെന്ന് നമുക്കറിയാം. ഇനി ദിസ് ക്ലോത്തിൻ്റെ പ്രൊനൗൺ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ദിസ് ക്ലോത്തിൻ്റെ പ്രൊനൗൺ വരുമ്പം ഇറ്റ് ആണ് വരിക അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, ഡിഡിൻറ്റ് ഇറ്റ് എന്നാണ് വരിക. ഇനി അടുത്ത ചോദ്യം ക്ലോസ് ദ വിൻഡോ. അതിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ലോസ് ദ വിൻഡോ ഒരു ഓർഡർ, ഒരു കമാൻഡ് ആണ്. അപ്പോൾ അതെന്തായിരിക്കും വരിക? ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. ക്ലോസ് ദ വിൻഡോ എന്ന് പറയുമ്പോൾ ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്. ഇതിന് സിമിലർ ആയിട്ട് പിന്നെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പം ഓപ്പൺ ദ ഡോർ, അത് വരുമ്പോൾ എന്താ? ലെറ്റ് ദ ഡോർ ബി ഓപ്പൺ. അതുപോലെ വാഷ് ദ കാർ, ലെറ്റ് ദ കാർ ബി വാഷ്ഡ്. അങ്ങനെ ക്വസ്റ്റ്യൻസ്, സിമിലർ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കമാൻഡിങ് സെൻറ്റൻസ് വരുമ്പം അത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്താവും വരിക? ലെറ്റ് ആണ് വരിക കേട്ടോ. ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ് അങ്ങനെ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കളക്റ്റീവ് നൗണിൻ്റെ ആണ്. ദ പ്രിൻസിപ്പൽ ഓർഡേർഡ് എ ഡാഷ് ഓഫ് പേപ്പർ ടു പ്രിന്റ് ദ സ്റ്റുഡൻസ് ഹാൾ ടിക്കറ്റ്. അപ്പോൾ ഇവിടെ ഡാഷ് ഓഫ് പേപ്പർ കളക്റ്റീവ് നൗൺ ആണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷീറ്റ് അല്ല, പേജ് അല്ല, നമ്പർ അല്ല എന്ന് നമുക്ക് അറിയാം. അപ്പോൾ റീം അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും ഇത് മൂന്നും ആവില്ലല്ലോ, കളക്റ്റീവ് അല്ലേ ചോദിച്ചേക്കണേ. ഷീറ്റ്, പേജ്, നമ്പറൊക്കെ സിംഗുലർ അല്ലേ. അപ്പോൾ ഇവിടെ റീം ആണെന്ന് നമുക്ക് സിംപ്ലി കണ്ടുപിടിക്കാം. ഇനി റീം ഓഫ് പേപ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു എന്താ പറയുക, ഒരു ബണ്ടിൽ, നമ്മൾ ബണ്ടിൽ ഓഫ് എ4 ഷീറ്റ് എന്നൊക്കെ പറയണ പോലെ ഒരു 500 പേപ്പർ ഉള്ളതിനെയാണ് എന്ത് പറയുക? റീം ഓഫ് പേപ്പർ. കളക്റ്റീവ് നൗൺ ആണ് കേട്ടോ അത്, റീം ഓഫ് പേപ്പർ എന്ന് പറയും. ഇനി റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനാണ്. ദ മാനേജർ ആസ്ക്ഡ് രാജി വൈ ഡിഡൻറ്റ് യു കം ടു ദ ഓഫീസ് യെസ്റ്റർഡേ. അതിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വെക്കുമ്പോൾ എന്താവും? ദ മാനേജർ ആസ്ക്ഡ് രാജി, ഡിഡിൻ്റെ എന്തായി മാറും? ഡിഡിൻ്റെ ഹാഡ് നോട്ട് ആവും അല്ലേ, ഹാഡിൻ്റ് ആവും. അതുപോലെ യെസ്റ്റർഡേ എന്താവും? പ്രീവിയസ് ഡേ ആവും. യെസ്റ്റർഡേ പ്രീവിയസ് ഡേ ആവും, ഡിഡിൻ്റെ ഹാഡ് നോട്ട് ആവും, ഹാഡിൻ്റ് ആവും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ദ മാനേജർ ആസ്ക്ഡ് രാജി വൈ ഷീ ഹാഡിൻറ്റ് കം ടു ദ ഓഫീസ് ദ പ്രീവിയസ് ഡേ. സി ആണ് കറക്റ്റ്. ഇനി അടുത്തത് നമുക്ക് മലയാളം നോക്കാം കേട്ടോ. അപ്പോൾ മലയാളത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സന്ധിയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. വിൻ പ്ലസ് സ്ഥലം, വിണ്ടലം. അപ്പോൾ ഇതിൽ ഏത് സന്ധിയാണ്? വിൻ പ്ലസ് സ്ഥലത്തിൽ ഈ താ പോയി, എന്നിട്ട് ഡ എന്ന് പറയുന്ന സൗണ്ട് വരികയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഒന്ന് പോയി വേറൊന്ന് വന്നു. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അവിടെ നടന്നത്. ഒന്ന് പോയി വേറൊന്ന് വന്നു. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതിനെ നമ്മൾ ആദേശ സന്ധി എന്നാണ് പറയുക. ഇനി ആഗമസന്ധി ആണെങ്കിൽ എന്തായിരിക്കും? ഒരു പുതിയ ശബ്ദം വരിക ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിരുവോണം, തിരു പ്ലസ് ഓണം, തിരുവോണമാവും. അപ്പോൾ വാ എന്ന് പറയുന്ന ഒരു അക്ഷരം വരികയാണ് ചെയ്യുക അല്ലേ. തിരു പ്ലസ് ഓണം, തിരുവോണം. അപ്പോൾ അവിടെ ഒരു പുതിയ സംഭവം ആഗമിച്ചു, അതാണ് ആഗമസന്ധി. ഇനി ദ്വിത്വസന്ധി ആണെങ്കിൽ ഇരട്ടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പച്ച പ്ലസ് തത്ത, പച്ചത്തത്ത. അപ്പം ച ഇരട്ടിച്ചു, അപ്പോൾ അതാണ് ദ്വിത്വസന്ധി. ഇനി ലോപസന്ധി ആണെങ്കിൽ എന്ത് വരും? ഒരു ശബ്ദം എന്ത് പോവും? ലോപിച്ചു പോവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊടുത്തു പ്ലസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ കൊടുത്തില്ല എന്നാവും. അപ്പോൾ കൊടുത്തുവിൻ്റെ ആ ഒരു ഉകാരം അത് ലോപിച്ചു പോവും അല്ലേ, കൊടുത്തില്ല എന്നാവും. അപ്പോൾ ഒന്ന് പോവും. അപ്പോൾ ആഗമസന്ധിയിൽ ഒന്ന് വരും, ഒരു ശബ്ദം വരും. ആദേശത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ദ്വിത്വസന്ധിയിൽ ഇരട്ടിക്കും, ലോപസന്ധിയിൽ ലോപിച്ചു പോവും. ഇനി ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ക്ലീബം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നപുംസകം എന്നാണ് കേട്ടോ, നപുംസകം എന്നാണ്. ഇനി കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. സാമുദ്രം, വസിരം, അക്ഷീപം, മഞ്ഞ്. അപ്പൊ ഇതിൽ വസിരം കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. വസിരം എന്താണ്? ഉപ്പാണ് അല്ലെ, കടലുപ്പ്. അപ്പൊ സാമുദ്രം, അക്ഷീപം, വസിരം എന്നൊക്കെ പറയുന്നത് കടലുപ്പിന്റെ പര്യായമാണ്. അപ്പൊ ഇതിൽ പെടാത്തത് മഞ്ഞാണ് കേട്ടോ. അപ്പൊ ഇത് ഓർത്തിരിക്കുക, വസിരം, സാമുദ്രം, അക്ഷീപം. വസിരം മുൻപ് ചോദിച്ചിട്ടുണ്ട്, അത് കടലുപ്പാണ്. മഞ്ഞാണ് ഇതിൽ പെടാത്തത്. ഇനി ശരിയല്ലാത്ത വിപരീത രൂപം ഏത്? ഏതൊക്കെയാണ്? അണിയം ഓപ്പോസിറ്റ് അമരം, പിന്നെ വൃഷ്ടി സമഷ്ടി, ആദാനം പ്രധാനം, ഉപജയം അപജയം. ഇതിലേതാണ്? ഇതിൽ ഉപജയം അപജയമാണ് വരുന്നത്. ഇതിൽ ജയ അല്ല വരേണ്ടത് അല്ലെ, ചായാണ് അവിടെ വരേണ്ടത്, ജ അല്ല. ഉപചയം അപചയം എന്നാണ്. ഉപചയം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഡിപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ, അതിനാണ് ഉപചയം എന്ന് പറയുക. അപചയം എന്ന് പറഞ്ഞാൽ അത് ബെറ്റർ ആവുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അപചയം. അപ്പോൾ പ്രോഗ്രസ് ഉണ്ടാകുന്നത് അപചയം, ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഉപചയം. അപ്പോൾ അത് ച ആണ് വരേണ്ടത് കേട്ടോ. ഇനി ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏവ. അപ്പൊ എന്താ ഈ ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്നറിയോ? ചുട്ടെഴുത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് പറയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അത്, ഇത്, അതുപോലെ എവിടെ എന്നൊക്കെ ചോദിക്കില്ലേ, അങ്ങനെ ചോദിക്കുന്നതിനെയാണ്, അതിന് ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് ഇവിടെ ചുട്ടെഴുത്തുകൾ എന്ന് പറയുന്നത്. അപ്പം മലയാളത്തിൽ ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ആ, ഇ, എ ആണ്. അപ്പം അതിൽ
അവൻ, അവൾ, അവിടെ എന്നൊക്കെ പറയും. അതുപോലെ ഇവൻ, ഇവൾ, ഇവിടെ എന്നുള്ളത് യൂസ് ചെയ്യും. അതുപോലെ എവിടെ, എങ്ങനെ എന്നൊക്കെ ചോദിക്കില്ലേ നമ്മൾ, ഏത്, എവിടെ, എങ്ങനെ. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എ. അപ്പം അതിനാണ് ഈ ആ, ഈ, എ എന്നുള്ള ഈ 3 എണ്ണമാണ് നമ്മൾ ചുട്ടെഴുത്തുകളായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ചതയില്ലാത്തയിടത്ത് കത്തി വെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ചതയില്ലാത്തയിടത്ത് കത്തി വെക്കരുത്. ചിലപ്പോൾ നമുക്ക് ഇതിന്റെ അർത്ഥം അറിയണ്ടാവില്ല. അപ്പം നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ടൊന്ന് ലോജിക്കലി ചിന്തിക്കുക, നമുക്കിതിൽ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്ന്. ശത്രുക്കളെ സൂക്ഷിക്കണം, ഫലമില്ലാത്തയിടത്ത് പ്രവർത്തിക്കരുത്, പുകവലി പാടില്ല, ആരെയും സഹായിക്കരുത്. ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പുകവലി പാടില്ല എന്നും ആവില്ല, ശത്രുക്കളെ സൂക്ഷിക്കണം എന്നും ആവില്ല, ചതയില്ലാത്തയിടത്ത് കത്തി വെക്കരുത് എന്നാണ്. അപ്പം അരുത് എന്നുള്ള എന്തെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കണം അല്ലേ. അപ്പം ഡി ആണോ ബി ആണോ എന്ന് നോക്കുമ്പോൾ ഇവിടെ ആരെയും സഹായിക്കരുത് എന്നാണോ പറയണേ? അല്ല, ചതയില്ലാത്തയിടത്ത് കത്തി വെക്കരുത്, ഫലമില്ലാത്തയിടത്ത് പ്രവർത്തിക്കരുത്, അതാണ് അതിന്റെ അർത്ഥം വരുന്നത് കേട്ടോ. ഇനി 97ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത്? നേതാവ്, നേത്രി, വിദ്വാൻ, വിദുഷി, അപായം, ഉപായം, കവി, കവിയത്രി. അപ്പൊ ഇതിൽ ഏതാണ്? ഇതിൽ തെറ്റായിട്ടുള്ളത് കവി, കവിയത്രിയാണ്. കവിയത്രിയല്ല, കവയത്രിയാണ് കേട്ടോ. കവയാണ്, കവയാണ്, കവി പറയില്ല. അപ്പൊ ഇതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, അതിന്റെ ഒറ്റപ്പദം ഏതാണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, വൺ ഹു ഡിസയർ ടു ലേൺ, ആരാണ്? പിപഠിഷു ആണ്, പിപഠിഷു. അതുപോലെ തന്നെയാണ് പിപാസു എന്ന് പറയുമ്പോൾ തേഴ്സ്റ്റി ആയിട്ടുള്ള, അതായത് വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന, ദാഹിക്കുന്ന ഒരാളെയാണ് പിപാസു എന്ന് പറയാം. ഡിസയേഴ്സ് ടു ഡ്രിങ്ക് അല്ലെങ്കിൽ തേഴ്സ്റ്റി. ഇനി ദിദൃക്ഷു എന്ന് പറഞ്ഞാൽ വൺ ഹു ഡിസയേഴ്സ് ടു സീ, കാണാൻ ആഗ്രഹിക്കുന്ന ആള്, ദൃഷ്ടി അല്ലെങ്കിൽ അതിനാഗ്രഹിക്കുന്ന ആള്, അതാണ് ദിദൃക്ഷു. ഇനി ബുഭുക്ഷു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആള്, ഡിസയർ ടു ഈറ്റ്, അങ്ങനെയുള്ളതാണ് ബുഭുക്ഷു വരണം. അപ്പൊ ഇതൊക്കെ ഈ വാക്കുകളൊക്കെ ഓർത്തിരിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പിപാസു എന്താണ്? വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആള്, ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്ന ആള്, പിപഠിഷു എന്താണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആള്, ബുഭുക്ഷു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആള്. ഇനി അടുത്ത ചോദ്യം, സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്. ഏതാണ്? അപ്പം സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസലിംഗം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ പറയുന്നതാണ് സലിംഗ ബഹുവചനം. അതായത് ഇപ്പം നർത്തകിമാർ അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്ന് പറയല്ലോ. അപ്പം നമുക്കതറിയാം, ബഹുവചനാണ്, അതുപോലെ പെൺകുട്ടികളാണ്, സ്ത്രീലിംഗമാണ്. അപ്പൊ സ്ത്രീലിംഗം അതിന്റെ ബഹുവചനാണ് എന്ത്? ഈ പറയുന്നത്. അപ്പൊ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഏതർ സ്ത്രീലിംഗം അതിന്റെ ബഹുവചനം, അല്ലെങ്കിൽ പുരുഷലിംഗം അതിന്റെ ബഹുവചനം, അല്ലെങ്കിൽ നപുംസകലിംഗത്തിന്റെ ബഹുവചനം. അപ്പൊ അത് നമ്മൾ പറയുന്നത് സലിംഗ ബഹുവചനാണ്. ഇനി അലിംഗ ബഹുവചനാണെങ്കിൽ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ജനക്കൂട്ടം, അതിലെല്ലാവരും ഉണ്ട് അല്ലെ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. അപ്പം അതിൽ നമുക്കൊരു പർട്ടിക്കുലർ ഒരു എന്താ പറയാ ലിംഗത്തിൽ പെട്ടതെന്ന് പറയാൻ പറ്റില്ല, അതാണ് അലിംഗ ബഹുവചനം. ഇനി പൂജക ബഹുവചനം റിപ്പീറ്റഡ് ആയിട്ട് കുറെ ചോദിക്കാറുണ്ട്. ഏതാണ്? ഇപ്പം എന്താണ് സ്വാമികൾ, അല്ലെങ്കിൽ അങ്ങനെ പറയില്ലേ നമ്മൾ, സ്വാമികൾ, ഗുരുക്കൾ, സ്വാമികൾ എന്നൊക്കെ പറയല്ലോ. അതായത് ഒരാളാണെങ്കിലും മൾട്ടിപ്പിൾ ആൾക്കാരാണെങ്കിലും ആ ഒരു ബഹുവചനത്തിലാണ് പറയാ. അപ്പൊ അതാണ് പൂജക ബഹുവചനം വരുന്നത്. ഇനി അടുത്ത ചോദ്യം ഒരു കടങ്കഥയുടെ ഉത്തരാണ് ചോദിക്കുന്നത്. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. അപ്പൊ കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു എന്ന് പറയുന്ന കടങ്കഥയുടെ ഉത്തരം എന്താണ്? തെങ്ങാണ് അല്ലെ, തെങ്ങാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കടങ്കഥകളും റയർലി ആണ് ചോദിക്കാറുള്ളത്, പക്ഷെ ചോദിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വേറൊരു PYQ ആയിട്ട് VFAന്റെ ക്ലാസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇതുപോലെ തന്നെ PYQ ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓൾസോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഫീഡ്ബാക്സോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.